നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. മലപ്പുറം പ്രത്യേകതരം രാജ്യം, പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനം. സമുദായ അംഗങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഭയന്ന് വിറച്ച്. വെള്ളാപ്പള്ളി നടേശന്റെ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ എന്താണ്? സ്വതന്ത്രമായ വായു ശ്വസിച്ചുകൊണ്ട് സമുദായ അംഗങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. മലപ്പുറത്തുകാർക്കിടയിൽ സമുദായ അംഗങ്ങൾ ഭയന്ന് വിറച്ചാണ് ജീവിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. മലപ്പുറം പ്രത്യേക രാജ്യമോ? ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നുസ്രത് ജഹാൻ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ, ഇടത് നിരീക്ഷകൻ M ജയചന്ദ്രൻ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ്. ജന ഡിബേറ്റ് ആദ്യം പോകുന്നത് നുസ്രത് ജഹാനിലേക്കാണ്. നുസ്രത് ജഹാൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങൾ പലരും ഒരുപക്ഷെ തുറന്നു പറയണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കാം. മലപ്പുറം പ്രത്യേക രാജ്യമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പ്രത്യേകം ചില ആളുകളുടെ സംസ്ഥാനമായി മലപ്പുറം മാറുന്നു എന്ന സൂചന അദ്ദേഹം നൽകുകയാണ്. മാത്രവുമല്ല, അവിടെ ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈഴവർക്ക് അവിടെ കിട്ടുന്നത് തൊഴിലുറപ്പ് മാത്രം. കാര്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. സാമ്പത്തികമായി ഉന്നതി പ്രാപിക്കുന്ന വിധത്തിൽ ഒരു ഇടപെടലും അവിടെ സാമൂഹികമായി ഈഴവ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാകാം വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ ഇടവരുത്തിയ ഘടകങ്ങൾ? വെള്ളാപ്പള്ളി നടേശന് ഇത് പറയാൻ അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും പറയണ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതാണ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു വശമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ മറ്റുള്ളവരെ മേലെ പഴി ചാരാൻ വേണ്ടിയിട്ടും നമ്മളെപ്പോഴും സ്വാതന്ത്ര്യത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കേൾക്കുന്ന സൗത്ത് മൊത്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മളെപ്പോഴും സംസാരിക്കാറ്. മലപ്പുറത്തിനെ പ്രത്യേകമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയുള്ള പേഴ്സണലി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൾക്കാരെ അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം മലപ്പുറത്തിൽ മാത്രമാണ് ഇഴവർക്ക് ഇത് കിട്ടാത്തത് ഉള്ളതും അവിടെ സംഭവിക്കുന്നുള്ളതും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇഴവർ ആ ഒരു ഇതിന്ന് ആ ലെവലിൽ നിന്ന് നമ്മൾക്ക് റിസർവേഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഡോക്ടർ BR അംബേദ്കർ എല്ലാം എഴുതി വെക്കുമ്പോൾ അദ്ദേഹത്തിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനോ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഇന്ത്യൻ്റെ അത്യുന്നതങ്ങളിൽ എന്നൊന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു പേരായി മാറാനോ ഒരു റിസർവേഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ തീർക്കേണ്ടതാണ്. അത് വിദ്യാഭ്യാസം കൊടുക്കാനും സ്വന്തം സമുദായത്തിൽ നിന്നല്ല കുടുംബത്തിൽ നിന്ന് നോക്കി എല്ലാവരും പഠിച്ചവർക്ക് ജോലിയുണ്ട്. അതൊക്കെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. ജോലി കിട്ടുന്നുണ്ട്, പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. എത്രയോ കോളേജുകൾ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കോളേജുകൾ വരെ മലപ്പുറത്തും എല്ലാം നമ്മളെ കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ കിട്ടി. പിന്നെ വിദ്യാഭ്യാസം കൊടുക്കുന്ന എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്നുണ്ട്. പിന്നെ ആകെ കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചതിൽ കുറച്ച് തീവ്രവാദികൾക്ക് അടുത്ത കാലത്തായിട്ട് സ്ഥലം ഒരുക്കി കൊടുത്തൊരു സ്ഥലം, അതിൻ്റെ ഉള്ളിൽ ഒരു ഒളിച്ചുകടത്തില്ലേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് നമ്മൾ മലപ്പുറത്തു നിന്ന് മാത്രമല്ല, നമ്മൾ സൗത്ത് ഇന്ത്യനെ നമ്മളെപ്പോഴും പറയുന്നത് കേരളത്തിൽ അതിന് വേണ്ടിയിട്ട് വളം വെച്ച് കൊടുക്കാണ്ട്. പിന്നെ മൂപ്പരൊക്കെ പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ ഒരിക്കലും പറഞ്ഞു അവരെന്നെ മാറ്റി പറയും അതൊക്കെ. കാരണം അവർക്ക് അവരുടെ വശങ്ങൾ അവർ ഒരു വിഷമിട്ട് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവസാനം പിന്നെ എല്ലാം സംഗീന പറയും. BJPക്ക് BJPനെ കുടുക്കിലാക്കണ തുടക്കം കൊടുക്കണ എല്ലാ സംഗതികളും ചെയ്തിട്ട് അവസാനം വരുക നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ചെയ്തിട്ടാണ് എല്ലാം ലാസ്റ്റ് അങ്ങനെ പോകും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവരുടെ ഒരു ട്രിക്കാണിത്. ഇതൊരു രാഷ്ട്രീയ ട്രിക്കാണ്. കേരളത്തിൽ മാത്രം ഇപ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്, വേറെ എവിടെയും നമ്മൾ കാണില്ല. എന്തെങ്കിലും ഒന്നും ആവശ്യമില്ലാത്തത് അങ്ങ് പറഞ്ഞ് ബാക്കിയുള്ളതിന് നമ്മൾ പറഞ്ഞതിൽ ഇങ്ങനെ പറഞ്ഞല്ലോ, മലപ്പുറത്തിനെ പറഞ്ഞല്ലോ, മലപ്പുറം മുസ്ലിങ്ങളെ പറഞ്ഞല്ലോ, ഇത് പറയും.
അല്ല, മലപ്പുറത്ത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. മലപ്പുറത്തുകാരെയൊക്കെ മനസ്സ് എല്ലാം നമ്മൾ കണ്ട, ഞാൻ ചാലിയാറിൻ്റെ ഇക്കരയും മലപ്പുറം എനിക്ക് ചാലിയാറിൻ്റെ അക്കരയായിരുന്നു വെളമരം. ആ സമയത്ത് കണ്ട ഇത് തന്നെയാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന സർക്കാർ തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്താണ് സർക്കാരിനോട് ചോദിക്കാത്ത ഒരു സ്റ്റേറ്റിന്? പക്ഷേ ഇല്ല, ഇതൊക്കെ ഇപ്പം മലപ്പുറത്തിനെ ഭാഗിച്ച് മലപ്പുറം ഒരു രാജ്യം, സൗത്ത് ഇന്ത്യ ഒരു സൗത്ത് കട്ടിങ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അജണ്ട എവിടെയോ ഇവർ പ്ലാൻ ചെയ്ത ഒരു ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ എന്നല്ലേ ഞാൻ തോന്നുന്നത് നീലിമ. അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പറയട്ടെ വിചാരിച്ചിട്ട് ഇവരുടെ പൊളിറ്റിക്കൽ ടാർജറ്റാണ്. ഓക്കെ, ഞാൻ നുസ്രത്തിലേക്ക് മടങ്ങിയെത്താം. ഹലോ, ഡോക്ടർ എം വി നടേശനിലേക്കാണ്. ഡോക്ടർ എം വി നടേശൻ, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അത് മലപ്പുറത്തെ മാത്രം ഒന്നായി എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് അവിടെ SNDP യൂണിയൻ താലൂക്ക് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അവിടെ പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ചില മാനങ്ങളുണ്ട്. ഒന്ന്, സാമ്പത്തികമായി ഈഴവർ അവിടെ വളരെ പിന്നോക്കാവസ്ഥ നേരിടുകയാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. തൊഴിലുറപ്പ് മാത്രമാണ് അവിടെ ഈഴവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി സ്വന്തം അഭിപ്രായം പറയാനോ ഒന്ന് സ്വതന്ത്രമായി ശുദ്ധമായി ശ്വസിക്കാനോ ഉള്ള സാഹചര്യം മലപ്പുറത്ത് മറ്റു വിഭാഗങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ചില സൂചനകളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് നിരീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ. അങ്ങയുടെ അഭിപ്രായം? നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് ചുങ്കത്തറയിലെ SNDPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമുദായ നേതാക്കൾ, അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളുടെ മുമ്പിൽ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. തീർച്ചയായിട്ടും അതിനെ രണ്ടു തരത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ അഭിപ്രായം അദ്ദേഹം സ്വതന്ത്ര ഭാരതത്തിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശം ഇല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. മലപ്പുറത്ത് ഈഴവരുണ്ട്. ഞാൻ ഈഴവ സമുദായത്തിന്റെ വക്താവല്ല, പക്ഷെ ഒരു വസ്തുസ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ ജനസംഖ്യയും അവിടുത്തെ ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് ജില്ലകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു പരാതിയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വെറും വോട്ടുകുത്തികളായിട്ട് മാത്രം മാറുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല എന്ന് അവരുടെ ജനങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മുഖത്തിലൂടെ പറഞ്ഞതാണ്. ഇവിടെ നാം മറച്ചു വെക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ആദ്യം തന്നെ പറയട്ടെ, തീർച്ചയായിട്ടും മലപ്പുറത്തെ എല്ലാ ജനങ്ങളും ഇങ്ങനെ ധ്രുവീകരിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല ധാരാളം മനുഷ്യരുണ്ട്, സൗഹൃദത്തിനും സ്നേഹത്തിനും ഒരിക്കലും അങ്ങനെ കരുതാനും കഴിയില്ല. ഇല്ല, ഒരിക്കലും. പക്ഷെ ഒരു കാര്യം മറക്കാൻ പാടില്ലായിരുന്നു. അതായത് 1921 നടന്ന മലബാർ കലാപത്തെ കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് മറച്ചു വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ന് വെള്ളാപ്പള്ളി ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുന്നതാണ് കുമാരനാശാൻ. കുമാരനാശാൻ അതിന്റെ ഡയറക്റ്റ് റിപ്പോർട്ടിംഗ് ആണ് യഥാർത്ഥത്തിൽ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതിയിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം, 1924 സർവമത സമ്മേളനം ശ്രീനാരായണ ഗുരുദേവൻ ആലുവായിൽ വിളിച്ചുകൂട്ടാനുള്ള സാഹചര്യം അത് ഇവിടെ മതേതരത്വം വഴിഞ്ഞൊഴുകിയത് കൊണ്ടല്ല, മറിച്ചത് തകർന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമ്മുടെ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക രാജ്യം ആണോ എന്നാണ് ചോദ്യം. ഇത് പ്രത്യേക രാജ്യം ആക്കരുത് എന്ന് പറഞ്ഞ ആള് സാക്ഷാൽ കേളപ്പജിയാണ്. മതത്തിന്റെ പേരിൽ ഒരു ജില്ലയോ ഒരു സംസ്ഥാനമോ ഒരു താലൂക്കോ പതിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് തവനൂരിലെ ദിവസങ്ങളോളം അദ്ദേഹം നിരാഹാരം ചെയ്തതാണ്. അതായത് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ ഇത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദീർഘദർശി നടത്തിയത് നാം മറന്നുപോകാൻ പാടില്ല. ഇനി
പ്രത്യേക രാജ്യം വേണമെന്നാവശ്യപ്പെടുന്നതാരാ? ഇപ്പോഴും മുസ്ലിം ലീഗും അവരുടേതായ അതുപോലുള്ള സംഘടനകൾ പറയുന്നത് എന്താണ്? മലബാർ പ്രത്യേക രാജ്യമാവണമെന്നാണ്. അതിന് കേന്ദ്രമാവേണ്ടത് മലപ്പുറം ആണെന്നാണ്. ഇത് എല്ലാ ജനങ്ങളുടെ അഭിപ്രായമല്ല, ചില നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. അപ്പോൾ പ്രത്യേക രാജ്യം വേണം എന്ന വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് പറയുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ അവിടെ യഥാർത്ഥത്തിൽ ഈഴവരുടെ മാത്രം ഒരു പ്രശ്നമൊന്നും അല്ലത്. അവിടെ മൊത്തം മറ്റു മതസ്ഥരോടുള്ള വിദ്വേഷമുണ്ട് എന്ന് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഈഴവ വിഭാഗത്തിന്റെ കാര്യം പറഞ്ഞു എന്നതേയുള്ളൂ. പക്ഷേ അതിനെ പൊതുവായി ഒന്ന് കണ്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ആ വിഷയം. അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ തരത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത് KP കേശവമേനോനാണ്. KP കേശവമേനോൻ ദി ഹിന്ദുവില് ഈ അഭിപ്രായത്തില് മാപ്പിള ലഹളയെ കുറിച്ചുള്ള അഭിപ്രായം എഴുതി. അവിടെ പുലയരടക്കമുള്ളതായ ഹിന്ദുക്കളെ ഉപദ്രവിച്ചു എന്ന കാര്യം പറഞ്ഞപ്പോൾ തൊട്ടടുത്ത ദിവസം C രാജഗോപാലാചാരി കോഴിക്കോട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഗോപാലാചാരിയും KP കേശവമേനോനെയും കൂവി, അദ്ദേഹത്തെ ആക്ഷേപിച്ചു, വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഇതെല്ലാം നമ്മൾ വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല. വളരെ നിഷ്കളങ്കരമായിട്ട് ചെയ്തതൊന്നും അല്ല ഇത് വളരെ കൃത്യമായ അജണ്ടയുടെ പുറത്താണ്. പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞതിൽ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പരിശോധന. ആ വസ്തുത പരിശോധിക്കുകയാണ് എങ്കിൽ എഴുത്തച്ഛൻ എന്ന ഭാഷാപിതാവിന് അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. എന്തുകൊണ്ട്? അത് ഈ പറഞ്ഞ സ്വാതന്ത്ര്യമില്ലായ്മയുടെ തന്നെയാണ്. മലയാള ഭാഷയ്ക്ക് എന്താ പറയാ പിതൃസ്ഥാനം വഹിക്കുന്ന എഴുത്തച്ഛന് ഒരു പ്രതിമ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിലും വലിയ തെളിവ് വേണം. അപ്പോ യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ ഇത്തരത്തിലുള്ള നന്മകളെ നമ്മൾ സ്വീകരിക്കുകയല്ല വേണ്ടത്. അത് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. പിന്നെ ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നടന്നതായ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മലപ്പുറത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല, അത് മൊത്തം ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ആ സംഭവത്തെ വളരെ ലഘൂകരിച്ചും ഇത് എന്താണ് മത വിവേചനം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും അവര് ജനങ്ങളുടെ കാര്യങ്ങൾ, അതാണ് വസ്തുത എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വളരെ യാഥാർത്ഥ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കെ വളരെ എന്താ പറയാ വെള്ളാപ്പള്ളി നടേശൻ വെറുതെ പറഞ്ഞതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വെള്ള പൂശിയതാരാണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്, ഇവിടുത്തെ മാധ്യമക്കാരാണ്, ഇവിടുത്തെ പല ബുദ്ധിജീവികളാണ്. പക്ഷേ ഇന്ന് 10,000-കണക്കിന് ആളുകൾ അതിൽ ദുരിതം അനുഭവിച്ച ആളുകളുണ്ട്. ഇന്നലെയും എൻ്റെ അടുത്ത് ഇതുപോലെ ഒരു കേസ് വന്നതാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? ആരോട് പറയുമെന്ന് ഭയന്ന് വിറക്കുകയാണ്. ഉണ്ട്, ഇതൊക്കെ പരമാർത്ഥമാണ്. പിന്നെ ഇതില്ല എന്ന് പറയാൻ ഇവിടുത്തെ ചില രാഷ്ട്രീയ കക്ഷികളും ഈ പറഞ്ഞ ആളുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ തരത്തിൽ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വിവേചനം ഉണ്ടാവാൻ പാടില്ല. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് മുസ്ലിങ്ങൾക്കുമുണ്ട്, ക്രിസ്ത്യാനികൾക്കുമുണ്ട്, ഹിന്ദുക്കൾക്കുമുണ്ട്. ഇതിനാണ് സമവായം വേണ്ടത്. പക്ഷെ ആ സമവായം ഈ പറയുന്നവരാരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ദേശീയമായ എന്തു പ്രശ്നത്തോടും ആ തരത്തിൽ പ്രതികരിക്കുന്നു. അപ്പോൾ പ്രത്യേക രാജ്യം വേണമെന്ന് പറയുന്നു, രാജ്യത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഇതെല്ലാം അവര് തന്നെ സ്വയം കാണിക്കുകയാണ്. മലപ്പുറംകാർ മുഴുവനല്ല ഈ പറയുന്നത്. ഞങ്ങൾ മലപ്പുറത്തിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില സംഘടനയുടെ വക്താക്കളാണ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാവണം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ചർച്ചയാണ് വേണ്ടത്. ഇത് അങ്ങയിലേക്ക് എത്താം. ഇടതു നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ M. ജയചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ, ഇന്ന് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തകർന്നടിഞ്ഞത് ഇവിടുത്തെ പിന്നോക്കക്കാരുടെ സ്വപ്നങ്ങളാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ഒപ്പം തന്നെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് അവിടുത്തെ
ഈഴവർ അടക്കമുള്ള മതവിഭാഗങ്ങൾക്ക് ജാതി വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നോക്കക്കാർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ ഉണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ ഒരു വലിയ സംഘടനയുടെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഉള്ള ഈഴവ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അതിൽ ഒരല്പം ഗൗരവം തോന്നുന്നുണ്ടോ? വെള്ളാപ്പള്ളിയെ അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹം ഈ പറഞ്ഞതിൻ്റെ ആന്തരാർത്ഥം എന്താണെന്ന് ഊഹിച്ചെടുക്കാൻ അല്ലെങ്കിൽ വിലയിരുത്തിയെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടാവാനിടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ ഹെയ്റ്റ് സ്പീച്ചിന് പ്രസിദ്ധി നേടിയ 2 പേരാണുള്ളത്. അതിലൊരാൾ PC ജോർജും മറ്റൊരാൾ വെള്ളാപ്പള്ളിയുമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയിൽ നിന്ന് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നെങ്കിൽ വരട്ടെ, നല്ല കാര്യം, ഞാനും അതിന് കാത്തിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് എന്തോ വിവേചനം നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വിവേചനമാണ്, അതെവിടെയാണ്, ആർക്കൊക്കെയാണ് എന്നുള്ളത് വിശദീകരിക്കാൻ അദ്ദേഹത്തെ പോലെ സമുന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വത്തിന് ബാധ്യതയുണ്ടെന്നേ, അതുകൂടെ പറയണ്ടേ. ഇപ്പം പഴയ കാര്യങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അത് പിന്നെ നമുക്കെല്ലാവർക്കും കേൾക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ചിലതും കൂടെ പറയേണ്ടി വരും. 1990കളുടെ ഒടുക്കവും ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായി ഒരു പിന്നോക്ക സമുദായ മുന്നണി രൂപീകരിച്ചിരുന്നു കേരളത്തിൽ. നാലകത്ത് സൂപ്പി എന്ന ലീഗ് നേതാവ് മുൻമന്ത്രിയുമായ വ്യക്തിത്വമായിരുന്നു അതിൻ്റെ ചെയർമാൻ. അതിലെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയും നേതാവുമായിരുന്നല്ലോ വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ അന്ന് അദ്ദേഹം ഇത്തരം അഭിപ്രായങ്ങളൊന്നും അന്ന് പറഞ്ഞതായിട്ട് പിന്നീടും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വെള്ളാപ്പള്ളിയെ മറ്റ് പല കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുമുണ്ട്. അന്നൊന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുമില്ല. അതിന് പിന്നാലെ ഈ 2000 ആണ്ടിൽ, ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 2000 ഫെബ്രുവരിയിലാണ് അന്നത്തെ സംസ്ഥാന സർക്കാർ, അന്ന് LDF ആണ് ഭരിക്കുന്നത് 2000-ൽ, ഈ സാമുദായിക പ്രാതിനിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാനായി നരേന്ദ്രൻ കമ്മീഷനെ നിയമിക്കുന്നത്. 2001 നവംബറിൽ, ഒരു വർഷത്തിന് ശേഷം നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ AK ആന്റണിയാണ് മുഖ്യമന്ത്രി. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മന്ത്രിസഭ മാറി അടുത്ത ഇലക്ഷനിൽ. അപ്പോൾ അങ്ങനെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന AK ആന്റണിക്കാണ്. അത് കഴിഞ്ഞ് പിന്നീട് അതിന്മേൽ കമ്മീഷനെ നിയമിക്കുന്ന സമയത്ത് കേരളത്തിലെ ജാതിപരമായ അല്ലെങ്കിൽ മതസാമുദായിക പരമായിട്ടുള്ള സംവരണ ആനുകൂല്യങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവം പഠിക്കാനാണ് കമ്മീഷനെ വെച്ചത്. അന്ന് കണ്ടത് എന്തായിരുന്നു? അന്ന് കണ്ടത് ഈ കേരളത്തിൽ ഏറ്റവും കുറവ് സംവരണാനുകൂല്യം കിട്ടുന്ന സമുദായമായി നരേന്ദ്രൻ കമ്മീഷൻ രേഖപ്പെടുത്തിയത് ഉദ്യോഗം നഷ്ടപ്പെട്ടത്. അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ആ എണ്ണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ പറയുന്നത്. 7340 ഉദ്യോഗങ്ങൾ നഷ്ടപ്പെട്ടത് മുസ്ലിം സമുദായത്തിനാണ്. അടുത്തത് ലത്തീൻ കത്തോലിക്ക സമുദായത്തിനാണ് 4000 ചില്ലുവാനം. ആ കൂട്ടത്തിൽ ഓരോ ശ്രേണി തിരിച്ചു തന്നെയാണ് പറയുന്നത്. അവിടെ ഈ ഈഴവ സമുദായത്തിന് നഷ്ടപ്പെട്ട എത്രയാണെന്നറിയാമോ കമ്മീഷൻ പറയുന്നത്? 5 എണ്ണം മാത്രം ഔദ്യോഗിക സംവരണത്തിൽ. അത് പിന്നീടാണ് സംവരണത്തെ സംബന്ധിച്ച് ചില ധാരണകളും നടപടികളൊക്കെ ഉണ്ടാകുന്നത്. 2005 ഒടുവിലാകുമ്പോഴേക്ക് അത് മാറി ഉമ്മൻചാണ്ടി സർക്കാർ ഇടയ്ക്ക് വരുന്നുണ്ടല്ലോ 19 മാസത്തേക്ക്. അതിൻ്റെ അവസാന കാലത്ത് നരേന്ദ്ര കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാക്കേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ജോലി കിട്ടാതെ, ഈ ജോലി ക്ഷണിച്ചിട്ട് അവർക്ക് സംവരണ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരില്ലെങ്കിൽ വീണ്ടും അത് റീനോട്ടിഫൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിക്സൊക്കെ നിലനിൽക്കുകയാണ് കേരളത്തിൽ. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് മലപ്പുറത്ത് പറയുന്നത് ഈഴവർക്ക് മാത്രമായി എന്തോ വിവേചനമല്ല, വലിയ വിവേചനം മലപ്പുറത്ത് നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അത്തരമൊരു വിവേചനം ഉണ്ടെങ്കിൽ നീലിമ തീർച്ചയായും കേരളം ഒരു ചർച്ച ചെയ്യണം, അത് പരിഹരിക്കുകയും വേണം. അത്തരമൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. ശ്രീ ജയചന്ദ്രൻ, ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇപ്പോൾ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് AK ആന്റണി പറഞ്ഞത് നമ്മുടെ എല്ലാം മനസ്സിലുണ്ടല്ലോ. സംഘടിത ന്യൂനപക്ഷം സമ്മർദ്ദം ചെലുത്തി ഭൂരിപക്ഷത്തിന്റെ അവകാശം കവർന്നെടുക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം എത്തിയെന്ന്
AK ആന്റണി അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പോൾ തന്നെ ഈ സംഘടിത ന്യൂനപക്ഷം എന്താണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സന്ദേശം അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി മുന്നോട്ട് വച്ചിരുന്നു. തുടർന്ന് VS-ഉം സമാനമായ രീതിയിൽ പറഞ്ഞു. മലപ്പുറം എന്ന് പറയുന്നത് പ്രത്യേക രാജ്യം അല്ലെങ്കിൽ പ്രത്യേക സംസ്ഥാനം, ഇതിലേക്കൊക്കെ ഉള്ള ഒരു ചുവടുവയ്പ്പാണ് മലപ്പുറം ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ VS അച്യുതാനന്ദനും പറഞ്ഞു വെച്ചു. അപ്പോൾ ഇത് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മാത്രമല്ല, ഇതിനു മുമ്പ് 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആന്റണി ആയാലും VS ആയാലും ഈ പ്രശ്നങ്ങൾ കേരള സമൂഹത്തിന്റെ മുന്നിൽ വച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നതല്ല, പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അത് പറയാതിരിക്കാനും കഴിയില്ലല്ലോ. ഇത് AK ആന്റണി പറഞ്ഞോ മുഖ്യമന്ത്രി പറഞ്ഞോ എന്നുള്ളതിനേക്കാളും പ്രാധാന്യമർഹിക്കുന്നത് നിശ്ചയമായും ഇത്തരം വിഷയങ്ങളിൽ ഒരു ജസ്റ്റിസ് നരേന്ദ്രനെ പോലെ റിട്ടയർഡ് ജഡ്ജ് ഒരു ഗവൺമെൻറ് നിശ്ചയിച്ച കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് എന്താണ്? അത് പബ്ലിക് ഡൊമൈനിൽ നിൽക്കുന്നുണ്ടല്ലോ. നീലിമ, ഒരാൾക്കും രഹസ്യമാക്കി വെക്കാൻ കഴിയില്ല. നിയമസഭയിൽ ടേബിൾ ചെയ്തതാണ് ആ സംഗതി. അതെല്ലാം മേശപ്പുറത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, 2011 സെൻസസ് പ്രകാരം ആ സെൻസസ് റിപ്പോർട്ട് അതും പബ്ലിക് ഡൊമൈനിലുള്ളതാണ്. ആ സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സമുദായം ഏതാണ് സമുദായം? ഏറ്റവും കൂടുതലുള്ള സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായമാണ്. പക്ഷേ ഈ സംവരണ വിഭാഗങ്ങളിൽ തന്നെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് നിൽക്കുന്നത് മുസ്ലിം സമുദായമല്ല, ഈഴവ സമുദായമാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ സംവരണ കോട്ട അങ്ങനെയാണ് ഇപ്പോഴും നിശ്ചയിച്ച് പോരുന്നതും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് ഏതെങ്കിലും മുസ്ലിം സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മുസ്ലിം നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയിട്ടുണ്ടോ? സമുദായ സംഘടനകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. കേരളം മൊത്തത്തിൽ എല്ലാം മഹത്തരമാണെന്നല്ല, നമുക്ക് വിയോജിപ്പുകളുണ്ട്, തർക്കങ്ങളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്. അതൊക്കെ പൊതുവിൽ ചർച്ച ചെയ്തു പോകുന്ന സമൂഹമാണ് കേരളം. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ച് നടത്തുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അകത്ത് വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു, എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ വെള്ളാപ്പള്ളി ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ നരേന്ദ്ര കമ്മീഷൻ്റെ കാര്യവും സെൻസസിൻ്റെ കാര്യവും ഒക്കെ പറയേണ്ടി വരുന്നത് നമ്മളുടെ മുമ്പിലുള്ള വ്യക്തമായ തെളിവുകൾ ഡാറ്റാസ് അതാണ് എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് പോകേണ്ടി വരുന്നത്. അവിടെ VS പറഞ്ഞതും AK ആന്റണി പറഞ്ഞതും അല്ല പ്രധാനപ്പെട്ടതാകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഈ സാമൂഹ്യ ജീവിതം അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ലേ താങ്കൾ തന്നെ നീലവനെ സൂചിപ്പിച്ച സോഷ്യൽ റിഫോർമേഷൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അത് വരുന്നുണ്ട്. അത്തരത്തിലുള്ള പുനരുദ്ധാരണങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്കാണ് സാർ ഞാൻ ഉദ്ദേശിച്ചത്. മുമ്പോട്ടുള്ള പോക്കിന് എപ്പോഴും ആവശ്യമാണെന്നേ. റിഫോർമേഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പാണുള്ളത്. യെസ്, ആ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് നമുക്കൊന്ന് കാര്യമായി വിലയിരുത്തി പോകേണ്ടത്. നുസ്രത്ത് ജഹാനിലേക്കാണ്. ഈ സംഘടിത ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ 4-3-7 വോട്ടിന് വേണ്ടി ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ പ്രീണിപ്പിച്ച് കൊണ്ട് നടക്കുന്നതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വളരെ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സായി. ഈ ഇരുസഭകളിലും പാസ്സായി. ഇങ്ങനെ നിയമമാകാൻ വേണ്ടി നിൽക്കുകയാണ് വഖഫ് ഭേദഗതി നിയമം. ഇതിനോട് പോലും എത്ര അസഹിഷ്ണുതയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ചത്. ഇതാണ് ഞാൻ നേരത്തെ ജയേന്ദ്രൻ സാർ പറഞ്ഞു വച്ചാൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ കേരള സമൂഹം മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു പരിണാമത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ കൂടി നാം അഭിമുഖീകരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു എന്നതല്ല. വെള്ളാപ്പള്ളി നടേശൻ സ്വാഭാവികമായും ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചില അക്കാര്യത്തിലുണ്ടാകാം. പക്ഷേ പൊതുവെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചിന്താഗതി ഇതാണ്: സംഘടിത ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക്, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒപ്പം തന്നെ ഈ ഒരു വിഭജന നീക്കം രാഷ്ട്രീയ കക്ഷികൾ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് വിലയിരുത്തി പോകേണ്ടതല്ലേ? അതെ, കേരളം ഒരു പ്രത്യേക ട്രാൻസ്ഫോർമേഷനാണ്. നമ്മളൊക്കെ ആലോചിച്ച് കേരളത്തിൽ ഏറ്റവും അധികം സാക്ഷരത കൈവരിച്ചു, കേരളത്തിലുള്ളവർ ഏറ്റവും വിദ്യാഭ്യാസം. പക്ഷേ അതെല്ലാം
കേരളത്തിലെ വിദ്യാഭ്യാസവും സാക്ഷരതയൊക്കെ ആൻറ്റി നാഷണലായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഓരോ കാര്യത്തിലും നമ്മളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം മലപ്പുറത്ത് വന്ന് ഇവരിതൊക്കെ പറയും, നാളെ അത് മാറ്റി പറയും വേറെ ആരെങ്കിലും പേടിച്ചിട്ട്. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നുള്ളത് ഇപ്പോൾ അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യൻ്റെ വേറൊരു ഭാഗത്തും ഇതൊന്നും ചോദിച്ചുകൊണ്ടിരിക്കില്ല, എല്ലാവരും ചോദിക്കുന്നതാ. കേരളത്തിൽ വന്നാൽ 10 ആളെ കണ്ടാൽ 10 ആളും ചോദിക്കുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരോ. അതിനുള്ള ഒരു വേദിയാണ് കേരളത്തിൽ നിന്നാണ് അതിൻ്റെ എല്ലാ സൈബർ അറ്റാക്കുകളും എല്ലാം തുടങ്ങുന്നത്. കാരണം ഒരു ചാനലുകളും ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനില്ല. എവിടെയാണ് ന്യൂനപക്ഷത്തിനെ വേട്ടയാടിയത്? കേരളത്തിൽ ന്യൂനപക്ഷമാണ് ഏറ്റവും നന്നായി ജീവിക്കാൻ അറിയുക, എല്ലാവർക്കും എല്ലാം ഉണ്ട്. ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ, അപ്പോൾ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ സമുദായത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കേട്ടതായിരിക്കും. അവിടെ അയാൾ രാഷ്ട്രീയം ഇടാതെ പറഞ്ഞതാണെങ്കിലും പക്ഷേ മൊത്തത്തിൽ അദ്ദേഹം ഒന്ന് എടുത്തു നോക്കണം, രാജ്യം എങ്ങോട്ടാണ് പോണത്, എന്താണ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതെന്നുള്ളത്. നമ്മൾ ഭാരതമൊക്കെ ഇപ്പോൾ നമ്മളൊരു റോൾ മോഡലായിട്ട് കാണിക്കേണ്ട അതിൻ്റെ ഡൈവേഴ്സിറ്റീൻ്റെ ഏറ്റവും അത്യുന്നതങ്ങളിൽ എത്തിച്ച ഒരു സംസ്കാരത്തിനെ തിരിച്ച് ഈ ഭീകരാവസ്ഥയിലും മതം പറഞ്ഞു കാസ്റ്റ് പറഞ്ഞു ഒക്കെ മാറി നിൽക്കേണ്ട കാലഘട്ടമൊക്കെ നമുക്ക് എത്രയോ കഴിഞ്ഞു. സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെയൊക്കെ എടുത്ത് പഠിക്കുന്ന ഭരണഘടന കയ്യിലെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വായിച്ചു നോക്കാതെ എടുത്ത് പൊക്കി പിടിച്ച് നടക്കണ ഇടതും വലതുമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കാണുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് പോയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അകത്ത് ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് അടികൂടേണ്ടി വന്നത്. വാട്ട് ഇസ് ഇറ്റ്? എങ്ങനെ ആരെയാണ് ഇവർ ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരു രാജ്യത്തെ ഭരിക്കുന്ന സർക്കാരിനെയോ? ഇതെല്ലാം പറഞ്ഞ് ഇതാണ് ഇവിടെ നടക്കുന്നത്. നാളെ അത് പറയുക, അടികൂടുന്നത് ഇതിനാണ്, കാര്യങ്ങൾ പറയുക. ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവന്നതിന് അടികൂടുന്ന, ഞാൻ ചോദിക്കട്ടെ, ഈ വഖഫ് ബില്ല് കൊണ്ട് എത്ര മുസ്ലിങ്ങൾ ഈ വഖഫിനോട് ഇവിടെ കേസിലിരിക്കുന്നുണ്ട് അറിയോ? എത്രയോ കേസുകൾ, എനിക്കറിയാവുന്ന കേസുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നത് ഇപ്പോൾ ഇവർ വലിയ പ്രശ്നമാക്കി മുനമ്പത്തിന് വേണ്ടി നാളെ മൈനോറിറ്റി മിനിസ്റ്റർ തന്നെ മുനമ്പത്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു പ്രത്യേക ഇതിലാണ്. ഒരു ഐലൻഡിനെ എടുത്തു മാറ്റി അതാണ് ശരിക്കും നമ്മൾ രാജ്യമാക്കേണ്ടത്, മലപ്പുറം എന്നല്ല. ഒരു ഐലൻഡിനെ രാജ്യമാക്കാനുള്ള ഇത് ലോകത്തിൽ ആ ഭരണഘടന ഉണ്ട്. അപ്പോൾ അവർ താമസിക്കുന്ന ആൾക്കാരെ വിട്ട് വേറൊരു പ്രശ്നം അവിടെ സിറ്റുവേറ്റ് ചെയ്യുക, ആ ഒരു മുനമ്പം സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ വഖഫ് ബോർഡ് ഇവർ തന്നെ, ഈ ഫറൂഖ് കോളേജ് തന്നെ ഇത് തിരിച്ച് വിറ്റ എല്ലാ രേഖകളും ഉള്ള ഒരാളെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇതൊക്കെ ആരെയാണ് പറ്റിക്കുന്നത്? വഖഫ് ഭൂമി എങ്ങനെ ഒരാൾ വഖഫ് ചെയ്ത് വേറൊരാൾക്ക് വിൽക്കാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ദാനമായി കൊടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് എന്തിനാണോ കൊടുത്തത് അത് അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് വഖഫ്. എങ്ങനെയാണോ ഇവർ ഈ മുനമ്പം സ്ഥലം വിറ്റത് 500 രൂപയ്ക്കൊക്കെയാണ് വിറ്റിരിക്കുന്നത് അത് ഓരോ ഏക്കറൊക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫറൂഖ് കോളേജിലും ഇതേ സംഭവം ഉണ്ട്. ആരാ അത് പരിശോധിച്ച്? ഇനി വരട്ടെ, ഇതൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ ചരിത്രം. സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും മോദി പരിഷ്കാരം കൊണ്ടുവരുവാണെങ്കിൽ ഏത് അറ്റത്തുനിന്നും ഇതാക്കൂ. മലപ്പുറം എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളും എല്ലാ സിറ്റികളും നോക്കിയിട്ട് തന്നെ വരുന്നത്. എവിടെ മോദി ഗവൺമെൻറ്റിന് പാർഷ്യാലിറ്റി ഇല്ല. ഇവർക്ക് ഇതേ കൊടുക്കാവും, മറ്റേർക്ക് ഏതെങ്കിലും ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു പ്രോഗ്രസിങ് ഒരു പാട്ട് കൊണ്ടപ്പോൾ മുസ്ലിങ്ങൾക്കേ കൊടുക്കൂ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്കേ കൊടുക്കൂ, അല്ലെങ്കിൽ ഹിന്ദുവിനെ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും കൊണ്ടുവന്നോ? അതാണ് ഇവരോട് ചോദിക്കാനുള്ള. ഇപ്പം ഇന്ന് ഇന്ത്യയിൽ മൈനോറിറ്റിനെ പറഞ്ഞ് ഫുൾ ഭരണഘടന അല്ല 40 ആർട്ടിക്കിളിൻ്റെ ഡിമോളിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവർ പാർലമെൻറ്റ് ബില്ല് കത്തിക്കുക. ഇതന്നെയല്ല അവർ 370 ആർട്ടിക്കിൾ ചെയ്തപ്പോൾ ചെയ്ത്. ഞാനൊരു കാര്യമായൊരു മാധ്യമ പ്രവർത്തിയോട് ചോദിച്ചു, 370 ആർട്ടിക്കിളിൽ നിന്ന് നിങ്ങൾ എന്തെല്ലാം ബഹളം വെച്ചു, എന്നിട്ട് എന്താ ഇപ്പോൾ കാശ്മീരിൽ സംഭവിച്ചത്? ഏറ്റവും അധികം പോകുന്ന ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ആൾക്കാർ താമസിക്കുന്ന കേരളത്തിലെ ആൾക്കാരാണ് അവിടെ ഐസിൽ വാരി കളിക്കാൻ പോകുന്നത് അല്ലേ? പിന്നെ NRC CA വന്നു,
അത് ഇപ്പോൾ 50 വർഷത്തിന് ശേഷമുള്ള പിന്നെ ആധാർ കാർഡ് ഇല്ലാത്തവർ, അച്ഛന് ആധാർ കാർഡ് ഇല്ലല്ലോ, അപ്പോൾ അച്ഛൻ്റെ അച്ഛനില്ല, അപ്പം നമ്മളെ എങ്ങനെ പോകും 3 തലമുറ? അപ്പം നമ്മളെ കയറ്റി വിടൂലേ? ഏത് രാജ്യത്ത് പോകും മുസ്ലിങ്ങളെ മാത്രം? ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ആയിരുന്നോ പറഞ്ഞേ? തീവ്രവാദവുമായിട്ട് ഇപ്പം മലപ്പുറത്തേക്കും പിന്നെ കേരളത്തിലേക്കൊക്കെ ഒഴുകി വരണ പിന്നെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും ചൈനയിൽ നിന്നും വരെ ഒഴുകി വരണ പാകിസ്ഥാനും ഒക്കെ കടന്നു കയറണ തീവ്രവാദികളല്ലേ, കടന്നുകയറ്റക്കാരെ അല്ലായിരുന്നോ നമ്മൾ നിരോധിക്കുന്നു പറഞ്ഞേ? അതൊന്നും വേറെ ആരുമല്ല, അവിടെ ഒന്നും ഹിന്ദുക്കളില്ല. ഹിന്ദുക്കളുള്ളവിടെ, അവിടുത്തെ ഹിന്ദു എവിടെയും പോയി പൊട്ടിത്തെറിച്ചിട്ടില്ല. ഭാരതീയൻ എന്ന് പറഞ്ഞ ഒരു ഭാരതീയൻ അങ്ങനത്തെ ഒരു പിന്നെ അവസ്ഥ വന്നിട്ടില്ല ഈ ലോകത്തിൽ. അവരിങ്ങോട്ട് വരുന്നവരവിടെ പൊട്ടിത്തെറിക്കണം, പെട്രോൾ അടിക്കണം, ഒഴിച്ച് കത്തിക്കും, കൊലപാതകം നടത്തണു, റേപ്പ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഇങ്ങനെ കടന്നു കയറിയ ആൾക്കാരാ. എത്ര കടന്നു കയറിയ ആൾക്കാരാണ് നമ്മൾ കണ്ടില്ലേ? കേരളത്തിൽ വന്ന എല്ലാ കേസുകളും നോക്കുമ്പോൾ അവർക്കൊന്നും ഒരു ആധാരവും ഒരു ഐഡൻറ്റിറ്റിയും ഇല്ല. ഇവരൊക്കെയാണ് കേരളം അതിഥിയായി സൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു, മലപ്പുറത്താണ് ഇതിനും വേദി ഒരുക്കിയത്. അപ്പോൾ ആരതാക്കുന്നുള്ള അവിടുത്തെ സർക്കാർ ശരിക്കുള്ള വെള്ളാപ്പള്ളിയൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിയോടാണ് പറയണ്ടേ ബി കെയർഫുൾന്ന്. കാരണം എല്ലാം നടക്കണം മലപ്പുറത്താ. പിന്നെ ഹമാസ് തീവ്രവാദീൻ്റെ നേതാവിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്ത്, ഓൺലൈനിലാണെങ്കിലും മലപ്പുറത്ത് വന്ന പോലെയല്ല ഡിജിറ്റൽ ലോഞ്ചിങ്. അത് മലപ്പുറത്താണ് സംഭവിച്ചത്. അന്യ സംസ്ഥാനക്കാരെ നോമ്പ് തുറപ്പിച്ച മുസ്ലിങ്ങളെ നോമ്പ് തുറപ്പിച്ച മലപ്പുറത്താണ്. എന്നിട്ട് പറയും അത് ഞങ്ങൾ ചെയ്യണ ദാന. നോമ്പ് തുറക്കിപ്പിക്കുന്ന ഇഫ്താറിൽ മുഖ്യമന്ത്രിയും കാന്തപുരവും പിന്നെ എല്ലാവരും ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒക്കെ പോയുണ്ടായില്ലേ? അതുകൊണ്ട് എന്താ മലപ്പുറത്ത് വന്ന അന്യ സംസ്ഥാനത്തിലെ ബാക്കി ഹിന്ദു സഹോദരന്മാരെ വിളിക്കാണ്ടിരുന്നേ? മുസ്ലിം അതിഥികളെ മാത്രം വെച്ചിട്ട് ഇഫ്താർ വിരുന്ന് നടന്നോ? ആ സദസ്സിൽ ഇവരെന്താ പറഞ്ഞേ? ഈ പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്നാൽ നമുക്ക് മുഖച്ചായം കണ്ടാൽ അറിയില്ല നമ്മളെന്താ ബുദ്ധി ഇല്ലാത്തവരാ കേരളത്തിലെ ആൾക്കാർ? കേരളമല്ല, ഇന്ത്യയിലെ ഒട്ടുക്കും ബുദ്ധിയുള്ള ആൾക്കാരുണ്ട്. ഇവരെ അങ്ങനെ കണ്ണിരുട്ട് അടച്ചിരുട്ടാക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ ആ കണ്ട ആൾക്കാരോട് മാത്രം അവർ ഇഫ്താർ നടത്തി എന്താ പറഞ്ഞു കൊടുത്തേ? കേരളത്തിൽ ഒരു വലിയ അവസ്ഥ വന്നാൽ നിങ്ങൾ മുസ്ലിങ്ങൾ ഒന്നിക്കണം, ഒരു വർഗീയ ലഹള വന്നാൽ നമ്മളൊന്നിക്കണം, നമ്മളാൾക്കാരൊന്നാണ്, അപ്പൊ അപ്പിനാ പാർട്ടി അപ്പിനാ മേ ആവോന്നും നമ്മൾ തന്നെ വളരെ എക്സ്ക്ലൂസീവായ വാർത്ത നൽകിയതാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളിൽ മുസ്ലിങ്ങളെ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന രീതിയിലേക്ക് തീവ്ര ഇസ്ലാമിക വിഭാഗങ്ങൾ നീങ്ങുന്നതിന്റെ വാർത്ത നമ്മൾ നൽകിയതാണ്. നുസ്രത്ത്, ഞാൻ തിരികെ എത്താം. പ്രൊഫസർ നടേശൻ, അതായത് മലപ്പുറത്തിന്റെ ഒരു പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന, വെള്ളാപ്പള്ളി നടേശൻ അത്ര കണ്ട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ചില വസ്തുതകളുണ്ട്. മറ്റ് ഇതര മതസ്ഥർക്ക് അവരുടെ ജീവിത രീതിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കൾച്ചറൽ അധിനിവേശത്തിന് പോലും വലിയ ശ്രമം അവിടെ നടക്കുകയാണ്. അതായത് ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ നോമ്പുതുറ സംഘടിപ്പിക്കുക, അതുപോലെ ക്ഷേത്രങ്ങളിൽ ദഫ്മുട്ടിന് സ്വീകരണം നൽകുക, ഇസ്ലാമിക് കൾച്ചറിൽ ഇങ്ങനെ അവരുടെ ഒരു ജീവിത രീതി, ഇസ്ലാമിക് കൾച്ചറിൻ്റെ ഒരു ജീവിത രീതി മറ്റ് മതസ്ഥരിലേക്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം വല്ലാതെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ഈ റംസാൻ കാലത്തൊക്കെ അവിടുത്തെ ഹോട്ടലുകൾ അടച്ചിടുന്ന ഒരു രീതി, അതുപോലെ മണിക്കൂറുകളോളം പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും നിർത്തിവെക്കുന്ന ഒരു സ്ഥിതി. ഇതൊക്കെ ആരും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ മലപ്പുറത്ത് നടക്കുന്നത് ഇതാണ്. ഈ പറയുന്നത് പോലെ ഒരു മതത്തിൻ്റെ മേധാവിത്വം ഇതരം മതസ്ഥർക്ക് മേൽ ഇങ്ങനെ ബോധപൂർവം അടിച്ചേൽപ്പിക്കാൻ ചില ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നും ചില വാർത്തകളൊക്കെ ആ രീതിയിലാണ് വന്നത്. ഇങ്ങനെ കൾച്ചറലി ഇങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായ ഒരു പ്രതിരോധം ഒരു സമുദായ നേതാവിൽ നിന്നും ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ ശ്രീ നടേശൻ? അല്ല, ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ അഭിപ്രായം നമ്മൾ ശരിയാണെന്നോ അല്ലെങ്കിൽ അതോ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതിൽ വസ്തുതയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ, ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ നോമ്പ് കാലത്ത് മറ്റൊരു പരിപാടി പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് പല സ്ഥലത്തും. വേണേ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇത് മാത്രമല്ല, എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും
മലപ്പുറം ഭാഗങ്ങളിൽ നിന്നും ഭയന്ന് ഉള്ള കാശിന് വിറ്റ് സ്വന്തം വീട് വിറ്റ് താമസിച്ച ആളുകളുടെ ലിസ്റ്റ് ഞാൻ തരാം. ആർക്കെങ്കിലും ഇവരുടെ ഈ സങ്കടം ഒന്ന് കേൾക്കാനോ ഇതിന് പരിഹരിക്കാനോ തയ്യാറാണ് എങ്കിൽ, അതായത് നമ്മുടെ കേരളം വളരെ മതസൗഹാർദ്ദമാണ്, ഇവരെല്ലാവരും എല്ലാം സ്വീകരിക്കാനൊക്കെ ആണ് എങ്കിൽ, കൃത്യമായിട്ട് അവിടെ നിന്ന് ഭയപ്പെടുത്തി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടാ മതി എന്ന രീതിയിൽ അവരെ പ്രവർത്തിപ്പിച്ച് എറണാകുളത്ത് താമസിക്കുന്ന, തൃശ്ശൂർ താമസിക്കുന്ന നിരവധി ആളുകളെ എനിക്കറിയാം. ആരെങ്കിലും ഉത്തരവാദിത്തമുള്ളവരാണല്ലോ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. അപ്പോ ഇത് നടക്കുന്നു, ഇത് വസ്തുതയാണ്. ഈ വസ്തുതയെ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ലേ. ഇത് മലപ്പുറത്ത് മാത്രമുള്ള വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് നാടിന്റെ രാജ്യത്ത് ആകമാനം നടക്കുന്ന സംഭവമാണ്. പശ്ചിമ ബംഗാളില് നേരിൽ കണ്ടതാണിത്. അതായത് ആ ഭാഗത്തു കൂടി ഒരു ക്ഷേത്രം പോയിട്ട് ക്ഷേത്രത്തിന്റെ ഒരാചാരങ്ങളും പിന്നെ അനുവദിക്കില്ല. അത് സംഘടിതമാണ്. എന്തിനേറെ പറയുന്നു, വലിയ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് എന്ന് കരുതുന്ന ഒ അബ്ദുള്ള നടത്തിയ പരാമർശം നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന, അല്ലെ, നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണ്, അത് മുസ്ലിമായിട്ട് അങ്ങനെ മാറ്റിവെക്കാൻ പാടില്ല. മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മൾ സ്നേഹിക്കുന്ന വലിയ മഹാനടനെ അസുഖം വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ടായി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ മോഹൻലാൽ സ്വാഭാവികമായി അദ്ദേഹം നമ്മളെ പോലെ പ്രാർത്ഥിച്ചു. അതിനെ തൗബ ചെയ്യണം എന്ന് പറഞ്ഞ്, ഞങ്ങളുടെ മതത്തിന്റെ രീതി അങ്ങനെയാണ് എന്ന് പറഞ്ഞത് ചെറിയ ആളല്ല, പഠിക്കാത്ത ആളല്ല, ബുദ്ധിയില്ലാത്ത ആളല്ല, ഒ അബ്ദുള്ളയാണ്. അദ്ദേഹമാണ് ഇത് പറഞ്ഞിരുന്നിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇതെല്ലാം കാണിക്കുന്നത് ഞങ്ങൾക്ക് ചില നിയമമുണ്ട്, ഈ നാട്ടിലെ നിയമമോ ഇവിടുത്തെ സൗഹൃദത്തെയോ ഞങ്ങൾ 5 പൈസയുടെ വില കൽപ്പിക്കില്ല എന്നതിന്റെ തെളിവല്ലേ. ഇതിനെല്ലാ മുസ്ലിങ്ങളും ഉത്തരവാദിയാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവരാണ് ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത്. ചേകന്നൂർ മൗലവിയുടെ നാടാണ് ഈ പറഞ്ഞ സാധനം. ഇതൊന്നും ആർക്കും ഒരു ദിവസം കൊണ്ട് തേച്ചു മാച്ച് കളയാൻ പറ്റില്ല. എന്റെ സുഹൃത്ത് മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരു മഹാത്മാവുണ്ട്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാന്റെ അകംപൊരുള് ആത്മീയതയാണ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ എത്രയെത്ര ഭീഷണികളാണ് ഞാൻ ഇരിക്കെ ചെയ്ത് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഉണ്ടായിട്ടുണ്ട്. എന്താ കാര്യം? അത് ആത്മീയതയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താനുള്ള കോളുകൾ വന്നത് ഈ ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോ ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇങ്ങനെ മതത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും സ്വന്തം കിടപ്പാടം വിറ്റ് പോകേണ്ടി വരികയും സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് മലപ്പുറം മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ സ്ഥലത്തുമുണ്ട്. അത് യു.പിയിലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 100 ഹിന്ദുക്കൾക്കിടയിൽ 10 മുസ്ലിംസ് അവര് സുരക്ഷിതരായിരിക്കും. നേരെ തിരിച്ചാണെങ്കിൽ കാര്യങ്ങളെല്ലാം മാറിമറിയും എന്ന് പറഞ്ഞത്. ഈ തരത്തിൽ ആളുകളെ മാറ്റിയെടുക്കുന്നു. ആരാണ് മാറ്റിയെടുക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഇതാണ് വസ്തുതകൾ എന്ന് പറയുന്നത്. വസ്തുതകൾ പേപ്പറിലുള്ളതല്ല, വസ്തുതകൾ കണക്കുകളിലുള്ളതല്ല, വസ്തുതകൾ ജീവിതമാണ്. ആ ജീവിതം അനുഭവിച്ച ആളുകൾ പറഞ്ഞ കഥകളാണ്, കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നടക്കുന്നുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇന്നും വിവേചനം അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവനും ആകെ ദുരിതത്തിലാണ്, എല്ലാവരും വെട്ടിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും പ്രചരിപ്പിക്കുകയല്ലേ. ഇന്ത്യൻ പാർലമെന്റിലും BBC-യിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും അടക്കം ചെന്ന് ഇവിടുത്തെ വലിയ ആശാന്മാര് പറയണ എന്താണ്? ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാവരും വെട്ടിക്കൊല്ലുകയാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നത് ആരാ? ഇതേ കക്ഷികൾ തന്നെയാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് പ്രത്യേക രാജ്യമാണ് എന്ന് വരുത്തി തീർക്കുകയും അതിനുള്ള എല്ലാ എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും അതിന്റെ നരേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈ കൂട്ടരാണ്. ഇത് വാസ്തവമാണ്. അതിന് കുടപിടിക്കുന്നത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ആണ് എന്നതാണ് കേരളത്തിന്റെ നഗ്നമായ യാഥാർത്ഥ്യം. അങ്ങ് പറഞ്ഞതിനൊരു ബാക്കി കൂടി ഞാനൊന്ന് പരാമർശിച്ചു പോവുകയാണ്. ഈ മലബാറിലെ മാപ്പിള ലഹള കഴിഞ്ഞയുടനെ രവീന്ദ്രനാഥ ടാഗോർ അവിടെ സന്ദർശിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു സെന്റൻസ് ഉണ്ട്. യോഗി പറഞ്ഞതിന് സമാനമാണത്. 10 ലക്ഷം മുഹമ്മദീയരെ 40 ലക്ഷം ഹിന്ദുക്കൾ
ഭയപ്പെട്ടിരുന്ന ആ കാഴ്ച അന്ന് ഞാൻ അവിടെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് മറ്റാരുമല്ല രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത്. ഖിലാഫത്ത് രാജ് വന്നാൽ എങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് നേരിൽ കണ്ട മഹാനുഭാവരുടെ വാക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെയാണ് ഒരു സെമിനാറിനിടയിൽ അവിടെ SNDP യോഗം നടത്തിയ ഒരു പരിപാടിക്കിടയിലാണ് മലപ്പുറത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ആശങ്കയുളവാക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണോ എന്ന തരത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. സ്വതന്ത്രമായി ഒരു ശുദ്ധവായു ശ്വസിച്ചും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞും അവിടുത്തെ പിന്നോക്കക്കാർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത്. മാത്രവുമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തകർന്നടിഞ്ഞത് ഇവിടുത്തെ പിന്നോക്കക്കാരുടെ സ്വപ്നങ്ങളാണ് എന്നതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ SNDP യോഗത്തിന് കീഴിൽ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവിടെ ആകപ്പാടൊരു മഞ്ചേരി NSS കോളേജ് മാത്രമാണ് ഒരു ആശ്വാസം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അങ്ങ് എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? നീലിമ, ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സമുദായ അംഗങ്ങളോട് പറഞ്ഞ കാര്യമാണ് അത്. പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖല, അതൊരു കുടിയേറ്റ മേഖല കൂടിയാണ്. നിലമ്പൂരിൻ്റെ അങ്ങേ കിഴക്കൻ ഭാഗമാണ്. ചുങ്കത്തറ വെച്ച് നടന്നൊരു മീറ്റിങ്ങിലാണ്. അവിടെ സമുദായ അംഗങ്ങളോട് ആണ് പറഞ്ഞത് എങ്കിൽ പോലും അതിന് നാനാർത്ഥങ്ങൾ കാണേണ്ടതുണ്ട്. ആ ഒരു പ്രസ്താവന, വെള്ളാപ്പള്ളി നടേശൻ്റെ ആ ഒരു വാക്കുകളെ സ്വല്പം ഡിസെക്റ്റ് ചെയ്ത് നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, ഈഴവ സമുദായത്തിന് അവഗണന നേരിടുന്നു. കേരളമൊട്ടാകെ മാത്രമല്ല, മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് അവഗണന നേരിടുന്നു. നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്ന നിലയിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾക്ക് നിർണായക സാന്നിധ്യമുണ്ട്. അവരുടെ സ്ഥാപനങ്ങൾ വളരെയധികമുണ്ട്. അതാണ് ഒരു കാര്യം. അതൊരു വസ്തുതാപരമായി നോക്കുമ്പോൾ ഡെമോഗ്രാഫിക്കലി എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈഴവ സമുദായത്തെക്കാൾ മലപ്പുറം ജില്ലയിലെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് മുസ്ലിം സമുദായമാണ്. അവിടെ കൊണ്ട് പക്ഷേ അവസാനിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു, ഒരു നീതി ലഭിക്കുന്ന സമുദായത്തിന് കുറച്ചെങ്കിലും നീതി ലഭിക്കുന്നത് മഞ്ചേരിയിൽ നിന്നാണ്. മഞ്ചേരിയിലെ NSS കോളേജിൽ നിന്നാണ്. അതെങ്കിൽ ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെ ആളുകൾക്ക് പഠിക്കാനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു വിദ്യാഭ്യാസപരമായ മുന്നോട്ട് പോകണം, എങ്കിൽ മാത്രമേ ജോലി ഉണ്ടാകൂ. അത് NSSൻ്റെ സ്ഥാപനമാണ്, അല്ലാതെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നില്ല. അപ്പം ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. കാരണം മുൻകാലങ്ങളിൽ സംവരണത്തിൻ്റെ വിഷയത്തിലൊക്കെ NSSും SNDPയും തമ്മിൽ ഈ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഉൾപ്പെടെ വന്ന സമയത്ത് വലിയ തോതിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടങ്ങൾ കണ്ട ഒരു കാലം നമ്മൾ മറന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നു അപ്പോൾ വിശാല ഹൈന്ദവ ഐക്യം എന്ന രീതിയിലാവാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി നോക്കിയത്. ഇത് സ്വന്തം മകനും BDJSൻ്റെ അനിഷേധ്യ നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ടാർഗറ്റ് ഓഡിയൻസ് ഒരു പക്ഷേ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസ് തന്നെ ആയിരിക്കാം. അതാണ് രണ്ടാമത്തെ ഡയമെൻഷൻ. ഇനി മൂന്നാമത്തെ ഒരു വ്യാപകമായൊരു ഡയമെൻഷനുണ്ട്. അത് കുറേ കാലമായി, ഒരു 5-6 മാസമായി വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ UDF LDF സംവിധാനങ്ങൾ മാറി മാറി വലിയ തോതിൽ പാമ്പർ ചെയ്യുന്നു, സഹായിക്കുന്നു, താലോലിക്കുന്നു. ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് ഈഴവ സമുദായത്തിനാണ്. അതുകൊണ്ട് ഈ UDF പ്രത്യേകിച്ചും, കാരണം LDFനോട് കുറച്ചു കാലമെങ്കിലും മുസ്ലിം സമുദായം ഒരു സമഭാവനയോടുകൂടി നിന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രധാന ഒരു പിന്തുണ UDFനായിരുന്നു. അത് നിസ്സംശയം പറയാൻ സാധിക്കും. സ്വാഭാവികമായി ഒരു ഈഴവ ബാക്ക്ലാഷ് ഉണ്ടായി. അതിന് പ്രയോജനം ലഭിച്ചത് ഇടതുപക്ഷത്തിനല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് എന്ന് 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകാതെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ നിയോജക മണ്ഡലവും ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലത്തിലും വലിയ തോതിലാണ് ട്രഡീഷണൽ ലെഫ്റ്റ് വോട്ടേഴ്സ് ആയിരുന്ന ഈഴവ വിഭാഗത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും തിരിച്ച് BJPക്ക് താമരചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ സന്നദ്ധമായി എന്ന് വന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറി ചിന്തിക്കാൻ നിർബന്ധിതരായി. അതുകൊണ്ട് മുസ്ലിം പ്രീണന നയം ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി ഈഴവ സമുദായ സൗഹൃദമായ ഒരു നിലപാടിലേക്ക് കുറേയെങ്കിലും CPM മാറി. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഒരു വിലപേശൽ ശക്തി ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം 2 വിഭാഗങ്ങളുമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുമായി മകനിലൂടെയും
ഇടതുപക്ഷത്തെ പരമ്പരാഗതമായ രീതിയിലും രണ്ടിടത്തും പരമാവധി വിലപേശാൻ തക്ക ഒരു ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റ് ഉണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശന്. ഒരു പക്ഷേ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഈ പ്രസ്താവന ഇവിടെ വന്നത്. ഇനി ഇതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ പെട്ടെന്ന് തന്നെ UDF പ്രതികരണമുണ്ടായി, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ പ്രതികരണമുണ്ടായി. കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് പ്രത്യേകിച്ച് AP അനിൽകുമാർ മുൻ മന്ത്രി കൂടിയാണ്, ന്യൂനപക്ഷകാര്യ ചുമതലയൊക്കെ ഉണ്ടായിരുന്ന മുൻ മന്ത്രി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി നൽകുന്ന അവസ്ഥ കൂടിയുണ്ട്. വണ്ടൂർ MLA കൂടെ ആയിരുന്നല്ലോ. അപ്പം ആ ഒരു ഭാഗത്ത് AP അനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നും VD സതീശൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ KPCCയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പ്രതീക്ഷിച്ച ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായത്. കാരണം മലപ്പുറം ജില്ലയൊക്കെ ഒരു രാജ്യമായി കാണുന്നു എന്ന് ഒരു സമുദായ ആചാര്യൻ പറയുമ്പോൾ അത് സ്വാഭാവികമായി UDF അത് ഡിഫെൻഡ് ചെയ്തെങ്കിലേ പറ്റൂ. UDF ഇപ്പോഴത്തെ നട്ടലെന്ന് പറയുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം ആളുകളും. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ UDF പ്രതീക്ഷിച്ച പ്രതികരണമാണ്. പക്ഷേ ഇവിടെ LDF വെട്ടിലായി. ഇതിനെ എന്തു ചെയ്യും? വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ എങ്ങനെ കാണണമെന്നതിൽ LDF ആശയക്കുഴപ്പമുണ്ട്. പ്രത്യേകിച്ചും പാർട്ടി സമ്മേളനം, പാർട്ടി കോൺഗ്രസ് 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് നാളെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ പേരിൽ കാര്യമായി വലിയ കൂലങ്കഷമായ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് കേരളത്തിൽ എക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ നട്ടല്ലായിരുന്ന താങ്ങും തണലുമായിരുന്ന ഈഴവ വിഭാഗത്തെ പിണക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഇവിടെയാണ് ഒരു catch 22 സിറ്റുവേഷൻ ഫോർ ദി LDF. അതായത് മുസ്ലിം ജനസാമാന്യത്തിലേക്ക് ആഴത്തിലിറങ്ങിയെങ്കിൽ മാത്രമേ തുടർ ഭരണം സാധ്യമാകൂ. അതേസമയം തന്നെ ഈഴവ സമുദായത്തെ പിണക്കാതെ പോവുകയും വേണം. അതുകൊണ്ടാണ് അത് ഒരു രീതിയിലും ഒരു പ്രതികരണത്തിനുള്ള ഒരു അവസ്ഥയിലല്ല CPM എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ഇതിൻ്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ഏകീകരണം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ കാര്യമായ വോട്ട് BJPക്ക് പ്രതീക്ഷിക്കാൻ ആവില്ല എന്നതുകൊണ്ട് ഹൈന്ദവ ഏകീകരണം ഒരു പരിധിവരെ രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്ന ബോധ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് നിർണായകമാണ്. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഒരു പിന്തുണ, അത് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖല കൂടിയാണെന്ന് ഓർക്കണം. ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ, പ്രത്യേകിച്ചും ചുങ്കത്തറ എന്ന് പറയുന്നത് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്, കിഴക്കൻ മലയോര മേഖലയാണ്. മലപ്പുറം ജില്ലയുടെ ഏറ്റവും കിഴക്കുള്ള ഭാഗമാണ് ചുങ്കത്തറ. അവിടെ വലിയ തോതിലാണ് മധ്യ തിരുവിതാംകൂറിൽ നിന്നും, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, അവിടെ നിന്ന് കൊല്ലം ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ, അവിടെ നിന്നെല്ലാം കുടിയേറിയ ഒരു വിഭാഗം ക്രൈസ്തവരും അവിടെയുണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇത് ഒരു മൾട്ടിപ്പിൾ ആംഗിൾ നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലേശം തെല്ല് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും കോൺഗ്രസിന് ഡാമേജ് കൺട്രോൾ വേണ്ടി വരികയും ഇടതുപക്ഷം അങ്കലാപ്പിലാവുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനയായി വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയെ കാണാം. അവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നുസ്രത്ത് ജഹാനിലേക്ക്. നുസ്രത്ത്, ഇപ്പോൾ മോഹൻ വർഗീസ് ചൂണ്ടിക്കാട്ടിയതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, അവിടെ വെള്ളാപ്പള്ളി നടേശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൈയൊഴിഞ്ഞുകൊണ്ട് CPMന് സംസാരിക്കാൻ സാധിക്കുമോ? മാത്രവുമല്ല, CPM ഈയിടെ നടത്തുന്ന ചില അഭ്യാസ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതല്ലേ? പാർട്ടി കോൺഗ്രസിൽ പലസ്തീന് ഗാസയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കഫിയെയൊക്കെ അണിഞ്ഞ് പാർട്ടി സമ്മേളനത്തിൽ സഖാക്കൾ ഇരിക്കുന്ന, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി CPM ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. ഒരു സംഘടിത ന്യൂനപക്ഷത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഗാസയെങ്കിൽ ഗാസ, അങ്ങനെ ഇസ്രായേലിനെ ചവിട്ടിത്താഴ്ത്തുകയും പലസ്തീനെ, ഗാസയെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമീപനം CPMന്റെ ഭാഗത്തുണ്ട്. നമ്മൾ ആ വേഷവിധാനങ്ങൾ കണ്ട് അന്താളിച്ചു നിന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ബാലൻസ് തെറ്റിയ ഒരു കളിക്ക് CPMന് പറ്റുമോ? ഇനി ഒന്നാമത് സംഘടിത ന്യൂനപക്ഷത്തെ കൂടെ നിർത്തണം, ഒപ്പം ഇപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശനെ ഒരു തരത്തിലും പിഴക്കാനും കഴിയില്ല CPMന്. അതെ, ഇപ്പം അങ്കലാപ്പിലായത് CPM തന്നെയാണ്. ഒരു രക്ഷയില്ല. കാരണം അവർ ന്യൂനപക്ഷത്തിനെ കൈകോർക്കുക, ന്യൂനപക്ഷങ്ങൾക്ക് അവർ മാത്രമാണ് ഈ ഭാരതത്തിലൊരു വലിയ കൈത്താങ്ങായിട്ടുള്ളത് പറഞ്ഞ് മാത്രം വോട്ട് ശേഖരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വണ്ടൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ഇതിലേക്കൊരു ഭാഗമാവും.
അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് അവർക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെ അജണ്ട എന്ന് പറഞ്ഞാൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും കേരളത്തിലെ മെജോറിറ്റി എന്ന് പറഞ്ഞത് പിന്നെ മുസ്ലിങ്ങളാണ്. അപ്പോൾ അവരെ എങ്ങനെ സന്തോഷിപ്പിക്കുക? പക്ഷേ എല്ലാ മുസ്ലിങ്ങളും ഒന്നും ഇത് സന്തോഷിക്കുന്നില്ല എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള കുറേ മുസ്ലിങ്ങളും ഈ നാട്ടിലുണ്ട്. ഇവർക്ക് മനസ്സിലാവും പിന്നെ വേഷം കെട്ടുന്നതും പിന്നെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ട് പുതിയ സ്റ്റൈലൊക്കെ ഇവർ കാര്യങ്ങൾ ഇറക്കുമ്പോൾ. അപ്പോൾ പാലസ്തീൻ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് അവരെ പാർട്ടി കോൺഗ്രസ്സിൽ വരെ ഇവർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത് അവരേറ്റവും സന്തോഷത്തിലിരിക്കുകയാണ്. പാലസ്തീനെയൊക്കെ ഇന്ത്യ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? നമുക്ക് പഴയ ഗവൺമെൻറ്റൊക്കെ കൊടുത്തതിനേക്കാളും കൂടുതൽ കൈത്താങ്ങ് പാലസ്തീന് കൊടുക്കുന്നുണ്ട്. പാലസ്തീന് കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഹമാസിനെ പുറത്താക്കാൻ പാലസ്തീൻ വരെ അവിടെ പറഞ്ഞു തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി അവരനുഭവിച്ച ഒരു പെട്ടെന്നൊരു ആവേശത്തിൽ സപ്പോർട്ട് ചെയ്ത ഹമാസ് ഇന്ന് തിരിച്ച് പാലസ്തീൻ എന്താണ് ഗുണം ചെയ്തതെന്ന് പാലസ്തീൻ മനസ്സിലാക്കി. പക്ഷേ നമ്മളെ നാട്ടിലുള്ള സഖാക്കൾക്കും കോൺഗ്രസ്സുകാർക്കും ഒന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല വേറെ രാജ്യത്തു നിന്ന് കയറി വരുന്ന തീവ്രവാദം. നമ്മൾ സാധനങ്ങൾ വാങ്ങും പോലെയല്ല, ഇമ്പോർട്ട് ചെയ്യണ പോലെയല്ല സാധനങ്ങൾ, നമുക്കില്ലാത്ത സാധനങ്ങൾ. മതവും തീവ്രവാദവും ഇമ്പോർട്ട് ചെയ്യണ ഒരു സ്റ്റൈലിലേക്കാണ് പോണത്. ഇതിന് ജിഹാദ് എന്നല്ല, ഇത് ഇമ്പോർട്ടിങ് ടെററിസം. ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്ന പല കാലങ്ങളിലും. പിന്നെ ഓരോ രാജ്യം നശിപ്പിക്കുക. ഇന്ന് ആ ലെവലിലാണ് കളി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തിനെ രക്ഷിക്കേണ്ട കടമ വെള്ളാപ്പള്ളിക്കും പിന്നെ CPM സഖാക്കൾക്കും ഒക്കെ ഉണ്ട്. അത് മറന്നു പോകണ്ട. എല്ലാ മുസ്ലിങ്ങളും നിങ്ങൾക്ക് വേണ്ടി സന്തോഷം ഇരിക്കും. നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, മൈനോറിറ്റീനെ പീഡിപ്പിക്കുന്നു, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് മൈനോറിറ്റിക്കാണ് ഇൻഡിവിജ്വലായിട്ട് എടുത്താൽ ഇവിടെ കേരളത്തിലൊരു പ്രശ്നം? ഇവർ തെക്കേ ഇന്ത്യ പറയല്ലാതെ ഒരു സാധനം നോട്ട് ചെയ്ത് കാണിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. ഉണ്ടോ? ഇപ്പോൾ തമിഴ്നാട്ടിൽ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ രാജ്യത്തിന് വരെ ഭീഷണിയായിട്ടുള്ള ഒരു സിനിമ വന്നപ്പോൾ അതിന് കേരള മുഖ്യമന്ത്രി കുടുംബവും ആ സിനിമ പോയി കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. എന്താ അതിനൊക്കെ മനസ്സിലാക്കണ്ടേ നമ്മളെ? പക്ഷേ രാജ്യം പോയാലും വേണ്ടിയില്ല, അവരെ മുനമ്പത്തുകാരെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തു. ഈ CPM പാർട്ടി നുസ്രത്ത് CPM പാർട്ടി കോൺഗ്രസിൽ ഇങ്ങനെ മറ്റേ കഫിയെ അണിഞ്ഞൊക്കെ പാർട്ടി കോൺഗ്രസിൽ ഇങ്ങനെ പ്രകടനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിൽ ഇങ്ങനെ ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വന്തം നാട്ടിലെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന 600 കുടുംബങ്ങളെ ഇവർ മറന്നു എന്നതാണ് പ്രശ്നം. അത് മറന്നു. ആശാ വർക്കർമാരെ കണ്ടിട്ടില്ല അതിൻ്റെ പഠിക്കലിരിക്കണേ, അവരെയൊന്നും കണ്ടില്ല. തിയേറ്ററിൽ സിനിമ കണ്ടു, ഏതോ പാകിസ്ഥാൻ തീവ്രവാദികൾ കേരളം തകർക്കാൻ വരുന്നത് കണ്ട് കൈയടിച്ച ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, അതാണ് കുടുംബമാണ്. അതിനൊക്കെ പറ്റി നമ്മളെന്താ പറയുക? അപ്പോൾ വോട്ട് മാത്രം, അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്നില്ല അവർ. കാരണം ആകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് നമ്മുടെ കേരളമാണ്. അവിടെ എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ചു നിർത്തി ഇവരെ സന്തോഷിപ്പിച്ച് മറ്റുള്ള ആൾക്കാരെ എന്താ പറയുക ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഇതാണ്. കാരണം അത് നമ്മൾക്ക് അറിയാലോ. എന്താ പറയുക, ഗണപതി അപമാനിച്ചവന് എല്ലാവിധ സപ്പോർട്ടും ഗവൺമെന്റിൽ നിന്ന്. അതായത് ഗണപതി മിത്താണെന്ന് പറയുമ്പോൾ അതിന് വലിയ സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥിതി. മൈനോറിറ്റി സപ്പോർട്ട് അത് കൊടുക്കുന്നത്. പിന്നെ ശബരിമല പോയ ഒരു സഖാവിനെ അവർ വലിച്ച് വാരി ഒട്ടിക്കും. പക്ഷേ മക്കത്ത് പോയി ഉമ്രക്ക് പോയ ഒരു സഖാവിനെ അവർ അത് വാനോളം ഉയർത്തും. നോമ്പുതുറ അവർ കാണിക്കും. പിന്നെ പൂവിട്ടിട്ട് ഓണാഘോഷം അവർക്ക് ബേജാറ് പിടിച്ചത്, നവരാത്രി അവർക്ക് ബേജാറ് പിടിച്ചത്. അതെന്താ? അപ്പോൾ ആ ഡിഫറൻഷ്യേറ്റ് രണ്ടിനെയും ഒരേപോലെ കാണുകയാണെങ്കിൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട കമ്മ്യൂണിസം, കേട്ട കമ്മ്യൂണിസം, കാറൽ മാർക്സിൻ്റെ കമ്മ്യൂണിസം ഇതൊന്നുമല്ല. അപ്പോൾ അതൊന്നും അല്ലാതെ സന്തോഷത്തിന് വേണ്ടി ഒരു ഭാഗത്തേക്ക് മാത്രം ചായ്വുള്ളതെന്നല്ല, ശരിക്കും അത് ശക്തമായിട്ട് തന്നെ നമ്മൾ അറിയിക്കുക.
എങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കി അങ്ങോട്ട് കോൺഗ്രസിന്. അപ്പൊ ഇവരോടൊക്കെ ചോദിക്കാനുള്ള എത്രയും സപ്പോർട്ട് ചെയ്യില്ല. നുസ്രത്തിലേക്ക് മടങ്ങിയെത്താം. ശ്രീ നടേശൻ സാർ, സാർ നോക്കുക, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കൊടുക്കുന്ന ആ CPM പാർട്ടി കോൺഗ്രസിലെ ദൃശ്യങ്ങളാണ്. ആരോടാണ് ഇവർക്ക് പ്രതിപത്തി എന്നത് വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പുറത്ത് മുനമ്പത്ത് 600ഓളം കുടുംബങ്ങൾ ഇങ്ങനെ എപ്പോൾ കുടിയിറക്കപ്പെടും എന്ന ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് മറുവിഭാഗത്തെ ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി CPM-ന്റെ ഈ രാഷ്ട്രീയ കളി. ഇത് തന്നെയല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്? മലപ്പുറം എന്ന് അദ്ദേഹം ഉപയോഗിച്ചതേ ഉള്ളൂ. പൊതുവെ കേരളത്തിൽ നടക്കുന്നത് ഈ പ്രീണന രാഷ്ട്രീയമല്ലേ ശ്രീ നടേശൻ സാർ? അല്ല, ഈ നേരത്തെ ചോദിച്ചിരുന്നല്ലോ, ഇതിനെങ്ങനെയാണ് CPM മറികടക്കുന്നത് എന്ന് ചോദിച്ചു. ഈ കോൺഗ്രസ് പാർട്ടിയും പാർട്ടി കോൺഗ്രസും എപ്പോഴും ചിന്തിക്കുന്നത് ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ ഏറ്റവും വലിയ അടവ് നയത്തിന്റെ ആശാന്മാരാണ് CPM-കാര്. അപ്പൊ അതുകൊണ്ട് അവരിതിനെല്ലാം വളരെ കൃത്യമായി വീണ്ടും ധ്രുവീകരണം നടത്തി ഇത് അവർ മറികടക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ന്യായീകരിച്ച് രാത്രിയെ പകലാക്കിയും പകലിനെ രാത്രിയാക്കാനും കഴിവുള്ളവരാണ്. അതുകൊണ്ട് അവരത് മറികടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം, ഇപ്പോ വഖഫ് ബോർഡുമായിട്ടുള്ള വിഷയം വന്ന സമയത്ത് ഇവര് രണ്ടു കൂട്ടരും സ്വീകരിച്ച നിലപാട്, ആ നിലപാട് ഇതുപോലെ തന്നെ അത് ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുകയാണ്, അവരുടെ എല്ലാം ഭൂമി പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളെ പോലെ നിന്നുകൊണ്ടാണ് പ്രസംഗിച്ചത്. ഇവരെന്തുകൊണ്ടാണ് സുപ്രീം കോടതിയും നമ്മുടെ ഡൽഹിയിലുള്ള എയർപോർട്ടും അതുപോലെ തന്നെ പാർലമെന്റും എല്ലാം നിലനിൽക്കുന്ന സ്ഥലം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് പോലും ഇവരൊരു വാക്ക് പോലും പറയാൻ തയ്യാറാവുന്നില്ല? ഇതിനെ സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടന്നതാണ്. പക്ഷെ ഈ വസ്തുസ്ഥിതിയെ സംബന്ധിച്ച് സ്പർശിക്കാൻ അവിടെ പാർലമെന്റിൽ വലിയ രീതിയിൽ സംസാരിച്ച പ്രേമേന്ദ്രനാവട്ടെ മറ്റുള്ള ആരും തന്നെ അതിനെക്കുറിച്ച് മിണ്ടാതെ വളരെ ശ്രദ്ധാപൂർവമാണ്. അപ്പോ ഇതെല്ലാം കാണിക്കുന്നത് ഇവരിങ്ങനെ ഒരു ഭാഗത്ത് വളർത്തി ഒരു ഭീകരതയെ അമ്മാനമാടിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എമ്പുരാൻ സിനിമയിലും കണ്ടത് തന്നെയാണ്. സിനിമ എല്ലാവർക്കും അറിയാം, അതൊരു ഉത്തമമായ ഒരു കലാമാധ്യമമാണ്. കല എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാവണം, വിഭാഗീയതയ്ക്ക് വേണ്ടി ആവരുത്. ഒരു കാലത്ത് സംഭവിച്ച തെറ്റുകളെ വീണ്ടും ആവർത്തിച്ച് ജനങ്ങളിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അത് മനുഷ്യവിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ്. പക്ഷെ അതിനെയെല്ലാം എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നിപ്പോ ആ കാര്യങ്ങളെല്ലാം കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ പണം എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതിന്റെ എല്ലാം പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ആഗോളതലത്തിൽ നടക്കുന്ന ഇന്ത്യക്ക് വിരുദ്ധമായ, ഇന്ത്യയെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കില്ല, 5ാം സ്ഥാനത്ത് സാമ്പത്തികമായി അവിടെ നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്ന, സായുധ ശക്തിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തെ തകർക്കുക എന്ന അജണ്ടയുമായി പ്രവർത്തിക്കുന്ന ആഗോള ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനമാണ് ഇവിടുത്തെ ഇടത് രാഷ്ട്രീയക്കാരാണെങ്കിലും വലത് രാഷ്ട്രീയക്കാരാണെങ്കിലും അവര് ചെയ്യുന്ന ഓരോ കുസൃതിത്തരമോ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കലാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഉള്ളത്. ഇപ്പോ നാം കാര്യങ്ങൾ ഇതിനെ എല്ലാം മറികടക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ കേരളം എല്ലാം ആകെ അധപ്പതിച്ചെന്നോ ജീവിക്കാൻ കൊള്ളില്ലാത്തതാണോ എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ പാടില്ല. എവിടെയൊക്കെയാണോ പ്രശ്നങ്ങൾ ഉള്ളത് അതെല്ലാം പരിഹരിക്കാനുള്ള ബുദ്ധിയും വിവേകവും നിയമമുള്ള രാജ്യമാണ് നമ്മൾ. തീർച്ചയായിട്ടും ആ നിലയിലേക്ക് നമ്മുടെ ചർച്ചകൾ വരികയും എവിടെയെങ്കിലും ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ മറ്റെന്തിന്റെയെങ്കിലും പേരിലോ അവന്റെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം. അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും നമ്മൾ കേൾക്കണം, അത് സുകുമാരൻ നായർ പറഞ്ഞാലും കേൾക്കണം, അത് മുസ്ലിം ലീഗിന്റെ ആളുകൾ പറഞ്ഞാലും കേൾക്കണം. അതാണ് വേണ്ടത്. അതാണ് കേരളത്തിൽ വേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. എം ജയചന്ദ്രൻ, ഞാൻ നേരത്തെ അങ്ങയിലേക്ക് എത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അവിടെ സാങ്കേതിക തടസ്സം ഉണ്ടായതുകൊണ്ടാണ് അങ്ങയിലേക്ക് എത്താൻ കഴിയാതിരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇന്ന് CPM നേരിടുന്ന വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥയുണ്ട്. ഈഴവ വോട്ടുകൾ അത് ഫിക്സഡ് ഡെപ്പോസിറ്റായി CPM കുറേ കാലങ്ങളായി അനുഭവിച്ചു വരുന്നതാണ്.
പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയൊരു വ്യതിചലനം വന്നു. ആലപ്പുഴയിലും അടൂരുമൊക്കെ നമ്മൾ ആലപ്പുഴയിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും നമ്മളത് വളരെ കൃത്യമായി കണ്ടതാണ്. ആ ഒരു അങ്കലാപ്പ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെതായ പ്രസ്താവന പുറത്തു വരുന്നത്. പിന്നോക്കക്കാർ വലിയ അവഗണന നേരിടുന്ന ഒരു സാഹചര്യം, ഒരു സംഘടിത ന്യൂനപക്ഷം എല്ലാം കൈക്കലാക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ CPM-ന് കഴിയുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നതും ഇടയ്ക്ക് മുറിഞ്ഞു പോയതും. അതുകൊണ്ട് അതിൽ തന്നെ തുടങ്ങാം. ഈ CPM-നെ സംബന്ധിച്ചോളം വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തങ്ങൾക്ക് പ്രതികരിക്കാൻ ഭയമുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന നില സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ മാത്രം കണ്ണിലൂടെ അല്ല സ്വാഭാവികമായും CPM-നെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ കാണുക. CPM-ന്റെ മാത്രമല്ല, അത്തരത്തിലുള്ള നിരവധി പാർട്ടികളുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെ മാത്രം കണ്ണിൽ കാണുക. എന്താണ് CPM എടുത്ത നിലപാട്? മുനമ്പം വിഷയത്തിൽ CPM എടുത്ത നിലപാട് എങ്ങനെയാണ്? അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിലില്ല എന്നുണ്ടെങ്കിൽ മുനമ്പത്തെ അവരുടെ ജീവിത പ്രശ്നത്തിൽ CPM എടുത്ത നിലപാട് എന്താണ്? അല്ല, ഞാൻ പറയാം. ഇത് ഇത്രയും പേര് പറഞ്ഞല്ലോ. അപ്പൊ ഞാനതിന് വളരെ കുറച്ച് സമയം എടുത്ത് പറഞ്ഞു തീർക്കാൻ ഞാൻ ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ ഏതാണ്ട് എല്ലാവരും പറയുന്നത് മുസ്ലിം പ്രീണനം, പലസ്തീൻ കഫിയ ധരിച്ച് പാർട്ടി കോൺഗ്രസ്സിൽ എടുത്ത ആ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രശ്നം, ഇതൊക്കെ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തെവിടെയും പ്രവർത്തിക്കുന്ന തീരെ ചെറിയ പാർട്ടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലായിടത്തും. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം പ്രത്യേകിച്ചും അതുണ്ടല്ലോ. അപ്പോൾ ആ കൊച്ചു പാർട്ടികളാണെങ്കിൽ ശരി, അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഫ്രട്ടേണിറ്റി, ഇൻ്റർനാഷണൽ ഫ്രട്ടേണിറ്റിയും ഒരു പെർസെപ്ഷനും, ഇൻ്റർനാഷണൽ പെർസെപ്ഷൻ തന്നെ ഉണ്ട് അക്കാര്യത്തിൽ. അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ കാര്യത്തിലുണ്ട്, പലയിടത്തും അബോറിജിനൽസിൻ്റെ കാര്യത്തിലുണ്ട്. അതൊരു പെർസെപ്ഷനായിട്ട് തന്നെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അതിനെ ആ രൂപത്തിൽ കാണാൻ നിങ്ങൾ ശ്രമിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ നിരാകരിക്കുകയും ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് അവരുടെ രീതി എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ എമ്പുരാൻ സിനിമയെ ബന്ധപ്പെടുത്തി ഒരുപാട് ചർച്ചകൾ ഇവിടെയും കൊണ്ടുവരുന്നുണ്ടത്. ഞാൻ ഓർത്തത് 2003 ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നീലിമ. അന്ന് ദീപാ മേത്ത എന്ന് പറഞ്ഞ സുപ്രസിദ്ധ ഒരു സംവിധായികയുണ്ട്. അവരിപ്പോൾ എവിടെയാണ്, കാനഡയിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ 74 വയസ്സായി. അവരുടെ 54-ാമത്തെ 55-ാമത്തെ വയസ്സിൽ അവരെടുത്ത പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു ഈ അർത്ഥം എന്ന് പറഞ്ഞ സിനിമ. അത് 2003 അതിൻ്റെ ഷൂട്ടിങ്. അന്ന് വാജ്പേയിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഓർഗനൈസറിൻ്റെ ആസ്ഥാനത്ത് ബാലശങ്കർ അവിടെയുണ്ട്, എഡിറ്ററായിട്ട് അവിടെയുണ്ട് ഓർഗനൈസറിൽ. ആ സമയത്ത് മാധവ് കുഞ്ചിലാണെന്ന് തോന്നുന്നു. ഡൽഹിയിൽ നാഗ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണല്ലോ മാധവ് കുഞ്ച് ഡൽഹിയിൽ. അവിടേക്ക് KS സുദർശനാണെന്ന് പ്രധാനപ്പെട്ട സർസംഘ് ചാലക് എന്ന പദവിയിലുള്ളത്. ഈ ദീപാ മേത്തയുടെ ഷൂട്ടിംഗ് നിരന്തരം തടസ്സപ്പെടുത്തുകയാണ്. ഷൂട്ടിംഗ് സൈറ്റുകൾ കത്തിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. അപ്പോൾ അവരവസാനം സർസംഘ് ചാലകിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ച് വിളിച്ചു. അദ്ദേഹം മാധവ് കുഞ്ചിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ചെന്നു കഴിയുമ്പോൾ ഈ വാട്ടർ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം മേശപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ദീപാമേത്ത ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ ഇത് കിട്ടിയത്? ഞാൻ വേറെ കൊടുത്തിട്ടില്ല, ആകെ ഒരു കോപ്പി കൊടുത്തിട്ടുള്ളത് INB മിനിസ്ട്രിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, INB മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയല്ലേ, ഞങ്ങളുടെ ഭരണമല്ലേ, അപ്പോൾ അതിനകത്ത് നിങ്ങൾ അതിശയിക്കാനൊന്നുമില്ല. ഏതായാലും നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിത്രീകരിച്ച സിനിമയിൽ ഉള്ളൊരു പ്രശ്നം അത് മാത്രം പറയാം. അതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയിലെ നായികയുടെ പേര് ജാനകി എന്നാണ്. ഞങ്ങളുടെ സീതയുടെ പേരുമായി സാമ്യമുള്ള, അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ പര്യായം തന്നെയാണ് ജാനകി. അത് പറ്റില്ല, അത് മാറ്റണം. പിന്നെ മറ്റു ചില ഭേദഗതികളും കൂടെ ഉണ്ട്. അത് ഓർഗനൈസറുടെ ഓഫീസിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അന്ന് 2003 ദീപാ മേത്ത ഓർഗനൈസറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടാണ് വാട്ടർ എന്ന വിഖ്യാത സിനിമ വെളിച്ചം കണ്ടത്. അപ്പോൾ അതുണ്ട്.
ഈ കൾച്ചറൽ പോലീസിങ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്നേ, അതില്ല എന്നും പറഞ്ഞ് പോകണ്ട. അത് ഏത് കോണ്ടക്സ്റ്റിലാണ് അവർ ചെയ്യുന്നതെന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അപ്പോൾ കേരളത്തിലെ എമ്പുരാനെ സംബന്ധിച്ച് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് ആ സിനിമ എന്തോ മതവിരുദ്ധമാണ് അല്ലെങ്കിൽ രാജ്യവിരുദ്ധമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി മുമ്പിൽ എൻ്റെ അനുഭവമുള്ള കാര്യം ഞാൻ ഇതാണ് പറയുന്നത്. 2003 ദീപാ മേത്ത മരിച്ചിട്ടില്ല, വിഖ്യാത സംവിധായികയാണ്. വാട്ടർ സിനിമ ഇപ്പോഴും ലഭ്യവുമാണ്. ഇതൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കൾച്ചറൽ പോലീസിങ് എപ്പോഴും ഉണ്ട്, അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അതില്ല എന്നൊന്നും പറഞ്ഞു പോവുകയും വേണ്ട. അല്ല, എമ്പുരാൻ എന്ന് പറയുന്നതിന്റെ പ്രശ്നം എന്താണ്? ഗോത്ര അവഗണിക്കപ്പെടുകയും 59 പേരെ ജീവനോടെ കത്തിച്ച സംഭവം അവഗണിക്കപ്പെടുകയും മറ്റ് സംഭവങ്ങൾ മാത്രം ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് അവിടെ പ്രശ്നമായത്. അങ്ങനെ ഒരു ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിന് മുൻപ് നടന്ന സംഭവങ്ങളും പറയണമല്ലോ. നമ്മുടെ ചർച്ചയുടെ വിഷയം അത് തന്നെ അത്രയും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്ര ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ, കാരണം ഞാനിത് ആദ്യമേ പറഞ്ഞില്ല, രണ്ടാമതും പറഞ്ഞില്ല. ജയേന്ദ്രൻ സർ, ഇവിടെ ചർച്ചയിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ CPM-ന് ഇപ്പോൾ കഴിയുമോ? പറയൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ CPM-ന് കഴിയുമോ? അല്ല, അതാണ് പറഞ്ഞു വന്നത്. ഞാൻ ഈ വളരെ പെട്ടെന്ന് ഇല്ല, അതിൻ്റെ അകത്ത് മറ്റൊരു വലിയ കാര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ ഒരു 15-20 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വസ്തുതയുണ്ട്. അതെന്താണെന്നറിയുമോ? പലരും ആ രൂപത്തിലേക്ക് അത് നോക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞാനത് പഠിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ പറയുകയാണ്. കേരളത്തിൽ ഏതാണ്ട് എല്ലാ ടൗണുകളിലും പിന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷങ്ങൾ അല്ലെങ്കിൽ പിന്നെ വിയോജിപ്പുകൾ, ശക്തമായ വിയോജിപ്പുകൾ, ഏറ്റുമുട്ടലോ കയ്യാങ്കളിയൊന്നുമില്ല, വാക്കേറ്റങ്ങൾ നിരവധി 15-20 വർഷങ്ങളായിട്ട് പിന്നെ തൊഴിലിടങ്ങളിൽ, പ്രത്യേകിച്ചും വ്യാപാര ഇടങ്ങളിൽ നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 15-20 കൊല്ലമായിട്ട് ഞാനത് പലയിടത്തും നോക്കിയിട്ടുള്ള ഒരാളെന്ന് അതിലെ കൂടെ പറയുകയാണ്. അതുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ ഈ പ്രസ്താവന ചേർത്ത് വെച്ച് വായിക്കേണ്ടത് അത്തരമൊരു ഇടത്തിലേക്ക് കൂടിയാണ്. അതിൽ നിന്നൊരു നേട്ടം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ആർക്ക്, അതിൻ്റെ പരുക്കാർക്ക്? അത് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്, ഒരു തെറ്റുമുണ്ട്. അതിൻ്റെ പരുക്ക് വരുന്നത് സ്വാഭാവികമായും UDF-നാണ്. നേട്ടം വരണം എന്ന് വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും BJP-ക്കുമാണ്. അത് പിന്നെ എത്രത്തോളം തങ്ങളിലേക്ക് സ്വാധീനിപ്പിക്കപ്പെടാൻ പറ്റും എന്ന് പിന്നെ നോക്കാൻ ഇരിക്കുന്നത് CPM LDF-ഉമാണ്. അതാണ് അതിൻ്റെ അകത്തെ നിങ്ങൾ തന്നെ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ആ സ്റ്റാറ്റിക്സ് എടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോളിറ്റി എടുത്താൽ അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക എന്നെ സംബന്ധിച്ച്. അതല്ലാതെ CPM ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി പറയേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാനിപ്പോൾ. പറയുമായിരിക്കും അവർ, തീർച്ചയായും പറയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഒരു പറയുമായിരിക്കും. വെള്ളാപ്പള്ളിക്ക് മറുപടിയായിട്ടല്ല, ഈ ഒരു പൊതു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് സമുദായ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനയ്ക്ക് അവരുടെയും ഒരു ജനറലൈസ് ചെയ്തൊരു മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മറുപടി എന്താകും എന്ന് നമുക്ക് കാത്തിരിക്കാം. ഒപ്പം അദ്ദേഹം ശ്രീ ജയചന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇങ്ങനെ ഈ ബിസിനസ് നടത്തുന്ന ആളുകൾ തമ്മിൽ സംഘർഷം, അവിടെ കത്വയുടെ പേരിൽ ഒരു വാട്സപ്പ് ഹർത്താലൊക്കെ നടന്നപ്പോൾ KR ബേക്കറി അടിച്ചു തകർത്ത് അവിടെ കൊള്ളയടിക്കപ്പെട്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അത് മലപ്പുറത്താണ്. അതിൽ വളരെ കൃത്യമായി അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് CPM ലീഗ് പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് വെള്ളാപ്പള്ളി ചില ആശങ്കകൾ മുന്നോട്ട് വെക്കുന്നത്. ജനൻ ഡിബേറ്റ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസിലേക്കാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഞാനൊരു കണക്ക് മുന്നോട്ട് വെക്കുകയാണ്. ഈ തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളിൽ അവിടുത്തെ ഒരു ജനസംഖ്യാ തലത്തിൽ അവിടെ വരുന്ന ഒരു മാറ്റം, ആ മാറ്റം കൂടി കണക്കിലെടുത്ത് വേണം ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടത്. 2015-20 കാലയളവിൽ ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യാ വളർച്ചയുള്ള നഗരങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് കേരളത്തിലാണ് ഉള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ പോപ്പുലേഷൻ ഡിവിഷൻ കണക്കുകളാണ് ഇത്. 44.1% ജനസംഖ്യാ വളർച്ചയോടെ മലപ്പുറം ലോകത്ത് 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. രണ്ടാമത് കോഴിക്കോടാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ ചില വസ്തുതകളുണ്ട്. ഈ സംഘടിത ന്യൂനപക്ഷം എന്ന് വെറുതെ പറയുന്നതല്ല.
വളരെ കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയും അതിൻ്റെ പുറകിലുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അതിഭീമമായ ജനസംഖ്യാ വർധനവ് കൂടി പരാമർശിച്ചിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ? നീലിമ, ഇതിൽ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അവഗണിക്കാനാവില്ല. തീർച്ചയായും ഡെമോഗ്രഫി, അതായത് ജനസംഖ്യ കണക്കുകൾ വളരെ നിർണായകമായൊരു കാര്യമാണ്. കാരണം ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമ്പേഴ്സ് ഗെയിമാണ്. ആ നമ്പേഴ്സ് ഗെയിമിൽ ഇപ്പോൾ തന്നെ നോക്കൂ, മലപ്പുറം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും അധികം നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല. മലപ്പുറം ജില്ലയിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ അവസാന പുനഃസംഘടന നടന്നപ്പോൾ 14 മണ്ഡലങ്ങളിൽ നിന്നും 18 മണ്ഡലങ്ങളായി കൂടുകയാണ്. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ 7 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നത് 5ആയി കുറയുകയാണ്. അപ്പോൾ ജനസംഖ്യയുടെ സ്പ്രെഡ് എന്ന് പറയുന്നത് വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ, എനിക്കറിയില്ല ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യ വളർച്ച രേഖപ്പെടുത്തുന്ന ജില്ല മലപ്പുറമാണ് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ്. പക്ഷേ വളർച്ച ഉണ്ട് എന്നറിയാം. കേരളത്തിലെ ജില്ലകൾ 14 ജില്ലകളിൽ മലപ്പുറം ജില്ല തീർച്ചയായും മുസ്ലിം ഭൂരിപക്ഷ ജില്ല എന്ന നിലയിൽ ഏതാണ്ട് 66-67% ഉണ്ടായിരുന്ന ഇന്ന് 69% കടന്നിരിക്കുന്നു ആ ജില്ലയിലെ മുസ്ലിം ജനസംഖ്യ. അത് ഹിന്ദു ജനസംഖ്യ 28-ൽ നിന്ന് 27-ലേക്കൊക്കെ കുറയുന്നു. ക്രിസ്ത്യൻ ജനസംഖ്യ ഏതാണ്ട് അതുപോലെ നിൽക്കുകയാണ്. ഒരു 2-2.5%, 3% താഴെ ഉള്ള ജനസംഖ്യയാണ് ക്രൈസ്തവർക്ക് മലപ്പുറം ജില്ല മാത്രമായി എടുത്താൽ. കോഴിക്കോട് സ്റ്റാറ്റിസ്റ്റിക്സ് സ്വല്പം കൂടി വ്യത്യസ്തമാണ്. പക്ഷേ ഈ മലപ്പുറം ജില്ലയിലെ പ്രധാനമായും പറയുന്നത് അത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല. അപ്പോൾ കേരളത്തിൻ്റെ പവർ പൊളിറ്റിക്സിൽ 26-27% വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഏതാണ്ട് സമാനമായ ശതമാനം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ 2 കമ്മ്യൂണിറ്റിയും ചേർത്താൽ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഭൂരിപക്ഷം വരും, 50%-ലധികം വരും. രണ്ടും വ്യത്യസ്തമായ കാരണങ്ങളാൽ OBC ഗണത്തിൽപ്പെടുന്ന വിഭാഗങ്ങളാണ്. അപ്പം ഈ 2 വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അജയ്യമായ ഒരു രാഷ്ട്രീയ ഫോർമുല ആയിരിക്കും. ഇതാണ് CPM-ൻ്റെ എക്കാലത്തെയും ഒരു ചിന്ത. അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷമായി ഒരുപക്ഷെ MV രാഘവൻ ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ഒരു പാലമിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബദൽ രേഖ അവതരിപ്പിച്ചപ്പോൾ അന്ന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിലും ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ CPM കൂലങ്കഷമായ ചിന്തകളിലൂടെ മുസ്ലിം ജനസാമാന്യത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചതിൻ്റെ പ്രയോജനം നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും CPM-നും LDF-നും ഉണ്ടായിട്ടുണ്ട് എന്നത് നിസ്തർക്കമായി പറയാം. പക്ഷേ ആ സാഹചര്യം മാറിയിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും തിരിച്ച് UDF-നോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ UDF കുറച്ചുകൂടെ ആ രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്, ന്യൂനപക്ഷ കൺസോളിഡേഷൻ. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു വിഭാഗം BJP ചായ്വ് കാണിക്കുന്നു. അതും നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈഴവ സമുദായത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ അതും BJP-യിലേക്ക് ഒഴുകുന്നു. അങ്ങനെ വരുമ്പോൾ ഈഴവ സമുദായത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. അല്ല എങ്കിൽ CPM സ്റ്റാൻഡ്സ് നോ ചാൻസ് ഓഫ് വിന്നിങ് ആൻ ഇലക്ഷൻ അഗെയിൻ. ഈ ഒരു താല്പര്യം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ കാണേണ്ടത്. ഇനി നോക്കൂ, എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചത് വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈഴവ സമുദായം എപ്പോഴും പിന്നാക്കാവസ്ഥയിലാണ്. സംഘടിതമായ വിലപേശൽ ശക്തി, സംഘടിച്ച് ശക്തരാകുവിനെന്ന് പറയുന്നില്ലേ നാരായണ ഗുരു. പക്ഷേ ഈ ശ്രീനാരായണ ഗുരു പറയുമ്പോൾ ആ ഒരു സംഘാടനം 21-ാം നൂറ്റാണ്ടിൻ്റെ ഒരു 1/3 കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇപ്പോൾ ആ രീതിയിൽ സംഘടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മുസ്ലിം ജനസാമാന്യം സംഘടിതമായി നിൽക്കുന്നു. അവർ ശക്തമായ വിലപേശലിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്നു. അതേ എണ്ണമുള്ള ഈഴവ സമുദായത്തിന് അത്രയും പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉദാഹരിക്കുകയാണ്. മലപ്പുറം ജില്ലയെ നോക്കൂ, അവിടെ നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം നോക്കൂ. മുൻപാൽ UDF ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നുള്ള MLA-മാരുടെ മതം തിരിച്ചുള്ള കണക്കുകൾ നോക്കൂ. 5ാം മന്ത്രിസ്ഥാനമൊക്കെ അവിടെ വലിയ തർക്കമായി വന്നതാണ്. ഈ 5ാം മന്ത്രിസ്ഥാനത്തേക്ക് UDF-ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തി 5ാം മന്ത്രിസ്ഥാനത്തിലേക്ക് ഒരു ചർച്ച പോയപ്പോഴാണ് UDF-ന്റെ അടിത്തറ തന്നെ ഇളകാനുള്ള കാരണം. ഒരുപക്ഷെ 5ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ഉയർത്തിയ ഒരു ആരോപണം. അപ്പം ഇതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ട് എണ്ണത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒന്നാന്തരം വിലപേശലിലാണ്. എനിക്ക് തോന്നുന്നത് BJP-യുമായിട്ട് മാത്രമല്ല LDF-ഉമായിട്ടും BJP-യുമായിട്ടും വിലപേശാനുള്ള ഒരു തന്ത്രമായി വെള്ളാപ്പള്ളി പ്രസ്താവനയെ കണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഏറ്റവും ഒടുവിൽ ഡോക്ടർ MV നടേശനിലേക്ക് എത്തുമ്പോൾ, ഡോക്ടർ MV നടേശൻ,
ഈഴവ വോട്ട് BJPക്ക് ലഭിച്ചത് ചോർച്ചയില്ലാതെയാണ്. ആ വോട്ട് ബാങ്കിൽ ഒരു അങ്ങനെ ഒരു വിള്ളലില്ലാതെയാണ് വളരെ കൃത്യമായി ഒന്നാകെ ഒഴുകിപ്പോകുന്നൊരു സ്ഥിതി നമ്മൾ കണ്ടത്. ഇത് അത്തരത്തിലൊരു വളരെ കൃത്യമായി പുതിയ കാലത്തെ പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാടാണ് ഈഴവാംഗങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചത്. അത് ഇനിയും തുടരുമെന്നല്ലേ സമകാലിക സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്? ഈഴവ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈന്ദവ സമൂഹത്തിലെ പ്രബലമായ ഒരു വിഭാഗമാണ്, യാതൊരു സംശയമില്ല. അവരായിരുന്നു CPM-നെ ഇക്കാലം അത്രയും താങ്ങി നിർത്തിയിരുന്നത്. പക്ഷെ ആ സമുദായത്തെ വളരെ കൃത്യമായി പറ്റിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പറ്റിക്കുകയും അവരെ വെറും ചാവേറുകളാക്കി മാറ്റുകയും ചെയ്ത പാർട്ടിയാണ് CPM. ഇത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. ഇന്നിപ്പോ എന്തുകൊണ്ടാണ് ക്രൈസ്തവ സമുദായം ഇക്കാലം അത്രയും പറഞ്ഞ നിലപാടിൽ നിന്ന് അവർ മാറുന്നു? നിങ്ങൾ എന്നെ BJP ആക്കി എന്നാണ് ചില ആളുകൾ പറയുന്നത്. അത്തരത്തിലുള്ളൊരു ജീവിത സാഹചര്യം, കൃത്യമായ വസ്തുതാപരമായ ജീവിത സാഹചര്യം അവരനുഭവിച്ചപ്പോഴാണ് അവർ ഈ നിലപാടെടുക്കുന്നത്. ഈ നിലപാട് മാറ്റം തന്നെയാണ് ഇവിടുത്തെ ഈഴവ സമുദായത്തിനുള്ളത്. അതായത് മതത്തിന്റെ പേരിലുള്ള കൃത്യമായ വിഭാഗീയത നിലനിൽക്കുന്നു, അതിനുവേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. 1766 മുതൽ തുടങ്ങിയ നാടകമാണിത്, ഇത് ചരിത്രമാണിത്, അത് ഇന്നും നില തുടങ്ങിയതൊന്നുമല്ല. അപ്പൊ ഇതിന്റെ തുടർച്ച നടക്കുകയും അതിന്റെ ഭീകരത മനസ്സിലാക്കുകയും അത് പല രൂപത്തിലും ഭാവത്തിലും ഒരു വലിയ വിഭാഗം ജനതയെ വിഴുങ്ങും എന്നുള്ളൊരു ഭയം കൊണ്ട് ആ സമുദായം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ സാധിക്കുന്നത്? ആ സമുദായ നിലപാടിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയുമെന്നാണ് ജന ഡിബേറ്റ് ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ മുന്നോട്ട് വെക്കുന്ന വസ്തുത. ഇടത് വലത് മുന്നണികളെ കൃത്യമായി വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന തുറന്നു പറച്ചിലാണ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്ന് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. ജന ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.